ബാസ്കറ്റില് കോണ്ടംസ് STI ഒക്കെ വന്നു. എല്ലാവരും സർജറി ചെയ്യണമെന്നില്ലല്ലോ. അമ്മയാണ് എന്റെ കൂടെ മുടി വെട്ടാനൊക്കെ വന്നത്. 15-ലധികം ലെസ്ബിയൻ കപ്പിൾസ്. മുടി വെട്ടുന്ന ആൾക്കും പേടി, അമ്മയ്ക്കും പേടി. എനിക്ക് സബ്സ്ക്രിപ്ഷനേ ഇല്ല. നീ ഇത്രയും നല്ലൊരാണാണല്ലോ, നിനക്ക് ഇങ്ങനെ ആണും പെണ്ണും കൊട്ടാറുണ്ട്. മക്കൾ ഇങ്ങനെ ആയത് ഇന്നത് കൊണ്ടാണ്. പക്ഷെ അമ്മ വീട്ടുപണി എടുത്തിട്ട് ഞങ്ങളെ നോക്കിയത്. സെക്സിനോട് കൂടുതൽ കമ്പമുള്ള ആൾക്കാർ അമ്മേനും പപ്പന്റെയും കല്യാണം ഞാൻ കാണുന്നത് ഇങ്ങനത്തെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരാണല്ലോ. അടിച്ചമർത്തുകയാണ്. ടോയ്ലറ്റിന് വേണ്ടി അലയുന്ന ആളുകളല്ല, അവര് രാമന്റെ ആളുകളാണ്. ആത്മഹത്യ ചെയ്യരുത്. Genie Talks. Hi everyone, Namaskaram. Welcome to yet another episode of Genie Talks. Yay! Okay, Genie Talks is all about this show being uncut, unfiltered and unapologetic. ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ ഉണ്ടാക്കിയ വാക്കുകളാണ്. Alright guys, actually I want to kind of go on to a slightly more serious mode. Usually Genie Talks I always have എനിക്ക് എന്താ പറയുക, പരിചയമുള്ള ആൾക്കാർ. ഇന്നും പരിചയമുള്ള ഒരാളുണ്ട്, മറ്റൊരാളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാണ്. But I'm quite excited about the conversation we're going to have. Just recently, I think March 2026, the transgender bill came out. And honestly, എനിക്കതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ബില്ലായിരുന്നു. ബിക്കോസ് എൻ്റെ മനസ്സിലാക്കൽ, എൻ്റെ വിചാരം ദാറ്റ് ദ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യ വലിയ വലിയ സ്റ്റെപ്സ് എടുത്ത് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്നാണ് ഞാൻ വിചാരിച്ചത് ലാസ്റ്റ് ഡെക്കേഡ് ഓർ സോ. ബട്ട് സഡൻലി ഈ ബില്ല് വന്നപ്പം നമ്മൾ പുറകോട്ട് പിന്നെയും പോയി തുടങ്ങിയോ എന്ന് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഐ തോട്ട് ഞാനിതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എപ്പോഴും വെരി ഇമോഷണൽ ആയിട്ടാണ്. ബിക്കോസ് എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ മീറ്റ് ചെയ്ത ആൾക്കാരും അവരുടെ ലൈഫും അവരുടെ ലൈഫ് സ്റ്റോറീസിലൂടെയാണ് ഞാനിതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ബട്ട് I believe that ഇതിനെക്കുറിച്ച് ഒട്ടും അറിവില്ലാത്ത ഒരു സമൂഹമാണ് ഇപ്പോഴും ചുറ്റുമുള്ളത്. ആൻഡ് ഒരിക്കൽ കൂടെ ഇതിനെ ഫുള്ളി ബേസിക് ലെവലിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഐ തോട്ട് ഐ വോണ്ട് ടു ടോക്ക് ടു സം പീപ്പിൾ ഹൂ ആർ വെരി വെരി ആക്റ്റീവ് ഈ കമ്മ്യൂണിറ്റിയിൽ. ഓക്കെ, സോ ഐഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈ ടു ഗസ്റ്റ് ടുഡേ. നിങ്ങൾക്ക് ഒട്ടും ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരാളാണ് ശീതൽ ശ്യാം. ഷീ ഈസ് എൻ ആക്ട്രസ് ആൻഡ് ആക്ടിവിസ്റ്റ്. ഹായ് ശീതൽ. ശീതലിനെ എപ്പോഴും നമ്മൾ ഓരോരോ ഫംഗ്ഷൻസിനാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ പ്രൈഡിന് ശീതലാണ് എന്നെ വിളിച്ചത് ഓൾമോസ്റ്റ് 12 years ബാക്ക് അല്ലേ, very many years back. And Sheetal's kuda we've got Arjun Geeta. Arjun is a trans man. I think 6 varsham mumbai you transitioned into this, and this is the first time I'm actually having a detailed conversation with a trans man. So I'm very ഇതിൽ നിന്നും എന്തൊക്കെ എനിക്ക് അറിയാൻ പറ്റും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ മാത്രമല്ല, ഐ എം ഷുവർ പ്രേക്ഷകരും. സോ ഫസ്റ്റ്ലി എനിക്ക് ആദ്യം ഐ വോണ്ട് ടു സെലിബ്രേറ്റ് ദ പീപ്പിൾ ദാറ്റ് യു ആർ. സോ ഐ വോണ്ട് ടു നോ അബൌട്ട് നിങ്ങളുടെ ജീവിതം. ശീതൽ എവിടെയാ, ശീതളുടെ ആ ഒരു തുടക്കകാലം പറയും. ശീതൽ ഏത് നാട്ടിൽ ജനിച്ചോ, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ടോ ആൾക്കാർ? ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അല്ല, പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് രഞ്ജിനിയുടെ ഷോയിൽ ഇത് പറയുമ്പോ കുറച്ച്. അതെ. ഞാൻ ശരിക്കും കോഴിക്കോടാണ് ജനനം. പിന്നെ എൻ്റെ മമ്മിയുടെ നാടാണ്, പപ്പയുടെ നാട് തൃശ്ശൂരാണ്. പിന്നെ എൻ്റെ ബ്രദർ ഉണ്ടായപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നു തൃശ്ശൂരൊക്കെ, ഇവിടെ തുടങ്ങി. പക്ഷേ എൻ്റെ ഫാമിലിയിൽ പപ്പ ഭയങ്കര ആൽക്കഹോളിക്കാണ്. അപ്പോൾ പപ്പേൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു ആൽക്കഹോളിക് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ എല്ലാ തരം ബിഹേവിയറും ഫാമിലി സിസ്റ്റത്തിൽ എൻറ്റയർലി അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിരുന്നു. അത് എന്നെയും മമ്മിയെയും നന്നായിട്ട് ബാധിച്ചിരുന്നു. മമ്മി കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റീനെ എപ്പോഴാണെന്ന് നമ്മൾ ഇത് കമ്മിങ് ഔട്ട് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബേസിക്കലി എൻ്റെ ബ്രദറിനെ പോലെ എല്ലാം ഞാൻ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ സൊസൈറ്റിയിലുള്ള മറ്റ് റിലേറ്റീവ്സ്, കസിൻസ്, സ്കൂൾ മേറ്റ്സ്, ടീച്ചേഴ്സ്, ഇവരൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ. എത്ര വയസ്സായിരിക്കും? ഐ തിങ്ക് ഒരു 4-5. ഓക്കെ. കാരണം ഇപ്പം നമ്മളൊരു ബോയ് അല്ലെങ്കിൽ ഒരു ബയോളജിക്കലി ബോയ് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നിർണയിക്കുന്ന ഈ നിർണയമാണ് ശരിക്കും പ്രശ്നം. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ നിർണയിക്കുകയാണ് എപ്പോഴും ബയോളജിക്കലി. അതെ, ബൈ ബർത്ത് നമ്മളുടെ അവയവങ്ങൾ അനുസരിച്ച് കാണുമ്പോൾ അവർ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. പക്ഷെ അതിനനുസരിച്ചായിരിക്കത്തില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ അതിൽ ഉള്ള ജീവിതത്തിൽ നമ്മളത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും പൂക്കളെടുക്കും, ചിത്രങ്ങൾ, നിറങ്ങൾ, കളറുള്ള എന്ത് വസ്തുക്കളും, അമ്മയുടെ സാരി, ജ്വല്ലറീസ്, ഇതൊക്കെ ഭയങ്കര ഓപ്പോസിറ്റ് ആയിരുന്നു. കാരണം എൻ്റെ ബ്രദർ എടുക്കുന്ന ഫുട്ബോൾ, ക്രിക്കറ്റ് അല്ലെങ്കിൽ ബാറ്റ്, അവൻ ബലമുള്ള വസ്തുക്കൾ, അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതാണ് ശരിക്കും എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലാണ് ആദ്യത്തെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നത്.
നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യുന്നത് അവരാണ്. പക്ഷേ ഈ റിയലൈസേഷൻ അവർക്ക് ഉണ്ടാകുമ്പോഴുള്ള പ്രോബ്ലംസ് ആണ് എനിക്ക് ഹേർട്ട് ആവുന്നതും, എനിക്ക് ഫിയർ ഉണ്ടാവുന്നതും, എനിക്ക് ക്രൈസിസ് ഉണ്ടാവുന്നതും. ആദ്യത്തെ ഡിസ്ക്രിമിനേഷൻ എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? എങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻ അത് ആയിരുന്നു? ഞാനൊരു ദിവസം ഇങ്ങനെ കണ്ണാടയിൽ നോക്കി പുരികം വരയ്ക്കുകയും ചെയ്തു. പിന്നെ അന്ന് മമ്മി ഗോൾഡിന്റെ സ്വർണം വാങ്ങുമ്പോഴത്തേനും കടലാസുണ്ട്. ഒരു പിങ്ക് യാ, പേപ്പർ. ആ പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഐ ഷാഡോ ഓ, എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഐ ഷാഡോ വരയ്ക്കുമ്പോൾ പപ്പ പെട്ടെന്ന് വന്ന് എന്നെ അടിച്ച് എത്ര ഉപദ്രവിച്ച്. വയസ്സുണ്ടായിരുന്നു? ഐ തിങ്ക് ഒരു 10, ഓക്കെ. 8 ആ സമയം. പിന്നെ അതിങ്ങനെ പോയി 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 റിലേറ്റീവ്സിൽ കുറച്ച് പേർക്കൊക്കെ ഇത് ഭയങ്കര മനസ്സിലാവുന്നു. പിന്നെ കൂടുതൽ എനിക്ക് ഗേൾസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവുന്നു. കസിൻസും ബന്ധുക്കളും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, ഗേൾസ് ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. അവരെന്നെ സഹായിക്കുന്നുണ്ട് ചില സമയത്തൊക്കെ. എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമായിരുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ യൂത്ത് ഫെസ്റ്റിവൽ എന്നെ കൊണ്ടുവന്നാക്കുന്നു. അവർ ജ്വല്ലറീസ് ഒക്കെ അറേഞ്ച് ചെയ്ത് തരുന്നു, ഓർണമെന്റ്സ്, കോസ്റ്റ്യൂം, അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത്. പക്ഷേ എപ്പോഴാണ് എൻ്റെ പപ്പ ഇത് മീറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അമ്മ അമ്മ ഓൾവേസ് ഹാപ്പി അല്ല, എന്നാലും യാ മനസ്സിലാക്കി കുറച്ചൊക്കെ. മനസ്സിലാക്കി, കുറച്ച് ഇഷ്ടങ്ങൾക്കനുസരിച്ച് വിടുവായിരുന്നു. ബ്രദർ ബ്രദർ ഒട്ടും കാരണം അവനെ എപ്പോഴും ബുള്ളിയും ചെയ്തിരുന്ന എൻ്റെ കാര്യം പറഞ്ഞിട്ട് അവൻ്റെ അപ്പൊ സുഹൃത്തുക്കൾ. അവന് ദേഷ്യമുണ്ടായിരുന്നു. അവന് ദേഷ്യമാണ് ഡെഫിനറ്റ്ലി. അപ്പം അവനോട് ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് അമ്മ ഫുഡൊക്കെ തരുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ എടുത്ത് അവന് കൊടുക്കും, എന്നാലും ഓക്കെ. ഇഷ്ടാവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അവന് ഇഷ്ടമൊന്നും ആകത്തില്ല. അവൻ അൾട്രാ മാസ്കുലിൻ ആയിരുന്നു കുറച്ചുകൂടെ. അവൻ ഉടുപ്പിൽ ചെളിയാക്കി വരുന്നതും, അവൻ ചോരയായി ഇടികൂടി ചോരയാക്കി വരുന്നതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ എപ്പോഴും പപ്പ പറയാം, എൻ്റെ മോനെ കണ്ടുപിടിക്കും മോനെ. അപ്പോൾ അമ്മേനെ എപ്പോഴും ബ്ലെയിം ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു പുരുഷനാണ്, ഞാനൊരു ആണാണ്, എനിക്കൊരിക്കലും ആണും പെണ്ണും കെട്ട ഒരു കുഞ്ഞുണ്ടാവില്ല, ഇത് നിനക്ക് മറ്റ് ആരിൽ നിന്നുണ്ടായ കുഞ്ഞാന്ന് പറഞ്ഞ അമ്മേനെ എപ്പോഴും ബ്ലെയിം ചെയ്യും. അപ്പോൾ അമ്മയ്ക്ക് അത് ഭയങ്കര ഷോക്കായിരുന്നു. പിന്നെ ഈ മാസ്കുലിനിറ്റി എപ്പോഴും അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ശരിക്കും ഒരു റൂമറോ ക്രിട്ടിസൈസ് ഒക്കെ ഉണ്ടാവുന്ന സ്ഥലം. പക്ഷെ അന്ന് ചായക്കടകളായിരുന്നു. അതെ. അപ്പോൾ എൻ്റെ പപ്പ ചായ കുടിക്കാൻ പോകുമ്പോൾ അവിടെ പോയി പറയാം, നീ ഇത്രയും നല്ലൊരാണാണല്ലോ, നിനക്ക് ഇങ്ങനെ ആണും പെണ്ണും കൊട്ടവരനുണ്ടായില്ല, നീ തല്ലി വളർത്താത്തതിൻ്റെ പ്രശ്നമാണ്, നീ ശരിക്കും നോക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ചായക്കടയിൽ വെച്ച് അത് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വൈകിട്ട് മദ്യപിച്ച് വരുമ്പോൾ ആ ഓർമ്മയിൽ പിന്നെ വയലൻസ്. അമ്മേനെ വയലൻസ് ചെയ്യുന്നത്, പിന്നെ എന്നെയും ഞങ്ങൾ ഓടിപ്പോയി ഒളിക്കും. ഓടിപ്പോയി ഒളിച്ചാൽ അങ്ങനെ അമ്മയ്ക്ക് ഒത്തിരി ഉപദ്രവങ്ങൾ നേരിട്ടിട്ടുണ്ട്. കൈയൊക്കെ ഒടിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അമ്മ ഓൾറെഡി ഞങ്ങൾ രണ്ടുപേരെയും സർജറിയിലൂടെയാണ് ഡെലിവറി ആയിരുന്നത്, എന്നെയും ബ്രദറിനെയും. പിന്നെ അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മയ്ക്ക് വീണ്ടും ഓപ്പറേഷൻ വന്നു. പക്ഷെ അമ്മ വീട്ടുപണി എടുത്തിട്ട് ഞങ്ങളെ നോക്കിയത്. പക്ഷേ ഈ പപ്പേൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചു. പിന്നെ എനിക്ക് കുറച്ചുകൂടിയും ഞാൻ സേഫ് അല്ല, ഞാനൊരു ക്രൈസിസിലാണെന്ന് കൂടുതൽ തോന്നിയത് സ്കൂളിൽ ഒരു 8th സ്റ്റാൻഡേർഡിൽ. എൻ്റെ ക്ലാസ്സിലെ ആൺകുട്ടികൾ തന്നെയാണ് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. അവർ ആണാണോ പെണ്ണാണോ എന്നൊക്കെ നോക്കാനുള്ള ഒരു സെക്ഷലി, ഫിസിക്കലി, മെൻ്റലി, വെർബലി. പക്ഷേ ഇതിൽ എനിക്ക് ഷോക്കായത്, ഇത് ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞപ്പോൾ പേരൻസിനെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. മമ്മ വന്നു അമ്മേനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കുട്ടിക്ക് മാനസികമായ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ സിസ്റ്റർ ആയതുകൊണ്ട്, അവരൊരു സിസ്റ്ററായിരുന്നു, ഒരു നണ്ണായിരുന്നു. അപ്പോൾ അവർ ഒരു ധ്യാന കേന്ദ്രം ഉണ്ട്, അവിടെ കൊണ്ടുവരുത്തി നന്നാവുന്നൊക്കെ പറഞ്ഞിങ്ങനെ അഡ്വൈസ്. നമ്മുടെ എല്ലാ പ്രശ്നവും അവിടെയാണല്ലോ തീരുന്നത്. പിന്നെ മമ്മി ഹിന്ദു ആയതുകൊണ്ട് മമ്മീന്റെ പേരാണ് അവർ ആദ്യം ശ്രദ്ധിച്ചത്. അപ്പൊ എന്റെ ടോപ്പിക് അവിടെ വിട്ടു. നമ്മുടെ എന്തുകൊണ്ട്? അമ്മയുടെ പേര് രാധ എന്നാ. എന്റെ ടോപ്പിക് വിട്ടു. രാധ എന്നല്ലേ പേര്? എന്താ ഹസ്ബൻഡിന്റെ പേര് സൈമൺ. അപ്പം നിങ്ങള് വിവാഹം കഴിച്ചിട്ടില്ല, പള്ളി അറിഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ എന്റെ പ്രശ്നം ഇവിടെ ഇതായിപ്പോയി, മൈൻഡ് ചെയ്തില്ല. ഇവർ ആ പ്രശ്നം എടുത്ത് കൊണ്ടുപോയി അമ്മേനെ പള്ളിയിൽ ഇവരുടെ മടത്തിൽ കൊണ്ടുപോയി പഠിപ്പിച്ചു. പിന്നെ 7th മമ്മേന്റെയും പപ്പേന്റെയും കല്യാണം ഞാൻ കാണുന്നത്. മമ്മി മന്ത്രകോടിയൊക്കെ എടുത്ത് ഇങ്ങനെ. പക്ഷെ അവൻ ഞങ്ങള് വലുതായില്ല, ഞാനും ബ്രദറും. ഞങ്ങളെ മാമുദിശ തൊട്ടിയിലൊക്കെ മുക്കി ക്രൗണൊക്കെ വെച്ച്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അലങ്കാരം ചെയ്യുന്നത്. ഹോളി കമ്മ്യൂണിയൻ. ഹോളി കമ്മ്യൂണിയൻ. ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് ഇതാണ്, ബാപ്റ്റിസം ആണ്. കുർബാന സ്വീകരിക്കല്.
അപ്പൊ കുർബാന കൈക്കൊള്ളപ്പാട്, മറ്റേത് ബാപ്റ്റിസത്തിന് നമ്മൾ ക്രൗണൊക്കെ വെച്ച് വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരു മുക്കി. അപ്പൊ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഈ അറ്റാക്ക് നടന്നതോടുകൂടി എനിക്ക് ഭയങ്കര ഫിയറായി. കാരണം ഇത് ക്ലാസ് റൂമിലെ ആൺകുട്ടികൾ പുറത്ത് പറയുന്നു, റോഡിലൂടെ പോകുന്ന ആളുകൾ പറയുന്നു, അങ്ങനെ കുറച്ചുകൂടി ഭയങ്കര ഒരു ക്രൂഷ്യലായി. പിന്നീട് ഈ ഒരു സെക്ഷൽ അബ്യൂസ് വല്ലാതെയായി. കാരണം ഇപ്പം നമ്മളൊരു മെയിൽ ബോഡിയിലുള്ള സെക്ഷൽ അബ്യൂസിനെ എങ്ങനെയാണ് കാണുന്നത്? ഒന്നാമത് വളരെ മൈനർ ആയിട്ടുള്ള കുട്ടികളുടെ സെക്ഷൽ അബ്യൂസിനെ വളരെ നോർമലായിട്ടാണ് കാണുന്നത്. ആൺകുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നു, പെൺകുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നു. പക്ഷേ എൻ്റെ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു ബോഡി സെക്ഷൽ അബ്യൂസിനെ പറ്റിയിട്ടുള്ള ഒരു ബോഡിയല്ല. എന്നെ അനൽ സെക്സ്, ഓറൽ സെക്സ് ആണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് അത് പറ്റിയിരുന്നില്ല. അപ്പം വലിയ വലിയ പുരുഷന്മാരാണ് അത് പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് STA ഒക്കെ വന്നു. You were abused from that age. യാ Oh my gosh. അപ്പം STA ഒക്കെ വന്നു ഡോക്ടർ അടുത്ത് കൊണ്ടുപോയപ്പോൾ 8ാം ക്ലാസ് ആ ആ സമയത്തൊക്കെ. ഓ സമയത്ത്. വാവ്. അപ്പോൾ എനിക്ക് സ്കൂൾ എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നം. പേടി സ്വപ്നം പോലെ. അപ്പോൾ പപ്പ പറയുന്നത് നിനക്ക് പഠിക്കാൻ മിടുക്കില്ലാത്തത് കൊണ്ടാണ് സ്കൂളിൽ പോകാൻ മടി. ഞാൻ പലപ്പോഴും സ്കൂളിൽ നിന്ന് കട്ട് ചെയ്ത് റോഡിലൊക്കെ പോയി ഒളിച്ചിരിക്കും, കാടിലൊക്കെ പോയി ഒളിച്ചിരിക്കും. എന്നിട്ട് സ്കൂൾ വിട്ട പോലെ വീട്ടിലേക്ക് വരും. അപ്പോൾ ബ്രദർ പറയും ഇന്ന് സ്കൂളിൽ വന്നില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ വീട്ടിൽ പൊളിയും. വീട്ടിൽ പോയി അങ്ങനെ ഒത്തിരി ഇൻസിഡൻറ്റ് ഉണ്ടായി. ശരിക്കും നമ്മൾ മരിക്കാൻ തോന്നുകയൊക്കെ ചെയ്യും ആ സമയത്ത്. പക്ഷെ വളരെ ഈസി ആയിട്ട് ഇതെല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അതിന് ഞാൻ 9th ഡ്രോപ്പ് ഔട്ട് ആവാണ് സ്കൂളിൽ നിന്ന്. എനിക്ക് പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ അമ്മയോട് ഞാൻ പറയാൻ തുടങ്ങി. ആദ്യം ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഓൾറെഡി ഓരോ ടാർച്ചറിങ്ങും ഉണ്ട്, ബുള്ളിങ് ഉണ്ട്, ഹറാസ്മെൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ വിഷമം കൂടി പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ അടക്കി വെച്ചു. പക്ഷെ എനിക്ക് ഇത് തുറന്ന് പറയാം, കൂടുതൽ അബ്യൂസസ് ഒക്കെ വന്നു തുടങ്ങി. തുറന്ന് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു വിഷമിക്കണ്ട, ഇനി ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഞങ്ങളൊരു ഹോർമോൺ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി, പക്ഷെ ഒരു കാര്യമില്ല. പിന്നെ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, ആത്മഹത്യ ചെയ്യരുത്, സേഫ് ആയിരിക്കണം എന്നൊക്കെ. പിന്നെ 9th ഡ്രോപ്പ് ഔട്ടായി വീണ്ടും ഒരു പപ്പേൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്ക് എനിക്ക്, അതൊരു ഗോൾഡ് മാനുഫാക്ചറിങ് കമ്പനി ആയിരുന്നു, അവിടെ കൊണ്ടുപോയിട്ടു. ഇപ്പോൾ പപ്പ വിചാരിച്ചു ഇനിയെങ്കിലും ശരിയാവുന്നു. ബട്ട് അവിടെ പോയിട്ട് ഒരു 10 പേരായിരുന്നു ജോലിക്കാർ. അവൻ നൈറ്റ് ഡ്യൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഏകദേശം ഒരു 7-8 പേരൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു പോകും ആ രാത്രി തന്നെ. My God. യാ പക്ഷെ അത് ആളുകൾക്ക് ഇത് എങ്ങനെ എടുക്കണേന്നൊന്നും അറിയത്തില്ല. നമ്മളിത് തുറന്നു പറയുമ്പോൾ ആളുകൾ ഇതിന്റെ ഒരു ഇതൊരു കഥ പോലെ ഞങ്ങൾ കേൾക്കും അല്ലേ? യാ അതിന്റെ ഒരു പക്ഷെ ആക്ച്വലി നിങ്ങൾ യാ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തെ ആ ഞാൻ മാത്രമല്ല, പ്രായത്തിലുള്ള എത്രയോ പേര് ഒരു ഫെമിനൈൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രൈണതയോ അത് സ്ത്രൈണത ആവണമെന്നില്ല, ഇങ്ങനെ അബ്യൂസീവ് ആവുന്ന ആളുകൾ, അബ്യൂസ് നേരിടുന്ന ആളുകൾക്ക് ആ സിറ്റുവേഷൻ അവർ കടന്നു പോയത് എക്സ്പ്ലെയിൻ ചെയ്താലും ചിലർക്ക് അത് ഉൾക്കൊള്ളണമെന്നില്ല. നോട്ട് അറ്റ് ഓൾ. ഇതും ഇപ്പോഴും പറയുമ്പോൾ എനിക്കറിയില്ല എത്ര പേർക്ക് ഇതിന്റെ ഒരു വീര്യം അപ്പോൾ ഞാൻ മനസ്സിലാവും. പപ്പോട് മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പപ്പയോട് ഇത് പറയാൻ മമ്മി തുനിഞ്ഞപ്പോൾ പറഞ്ഞു, പെണ്ണുങ്ങളുടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, ആണുങ്ങൾ എനിക്കിത് പറയാൻ പറ്റുമോ? നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഷോപ്പിലാണ് ഇത് സംഭവിച്ചത് എന്ന് പപ്പയോട് പറയാൻ പറ്റില്ല. കുറേ മറച്ചു വെച്ചു. പിന്നെ പപ്പൻ്റെ മറ്റൊരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ കൊടുന്നു നോക്കി. അതൊരു കാസ്റ്റിംഗ് കമ്പനി ആയിരുന്നു. അവിടെ വെച്ചാൽ തമിഴ് സംസാരിക്കുന്ന കുട്ടികളായിരുന്നു, ഗോഡൗണിലും മറ്റ് കാസ്റ്റിംഗ് കമ്പനി. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ അവിടെ 2 അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു. ഒരു വുമൺസ് ആയിരുന്നു, 2 സ്ത്രീകളായിരുന്നു. അവർ ഭയങ്കര സ്നേഹമായി. അവരെനിക്ക് ബേസിക് കമ്പ്യൂട്ടർ പഠിപ്പിച്ചു തന്നു, അക്കൗണ്ട്സ് പഠിപ്പിച്ചു തന്നു. ഈ തമിഴ് ആൺകുട്ടികളോട് സംസാരിച്ച് ഞാൻ തമിഴ് പഠിച്ചു. അപ്പോൾ ഓണറോട് കേപ്പബിലിറ്റി പറഞ്ഞു. മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ ഓണർക്ക് മനസ്സിലായി. എത്ര വയസ്സുണ്ടാവും? ഐ തിങ്ക് ഞാൻ 9th ഡ്രോപ്പ് ഔട്ട് ആയിട്ട് 10th ആ സമയം അല്ലെങ്കിൽ 11th ആ സമയം, അങ്ങനെ ഒരു പ്രായം. അപ്പം ഓണർ പറഞ്ഞു ബാംഗ്ലൂർ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്യേണ്ട, അവിടെ പോകാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അങ്ങോട്ട് ഡ്രാഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. അതിന് ബാംഗ്ലൂർ പുതിയ സ്ഥലം, ഞാൻ ചെല്ലുന്നത് രജനീകാന്ത് ജനിച്ച സ്ഥലമാണ്, കലാശിപ്പാളയം. ഫുള്ള് മുസ്ലിംസ്. അപ്പം ഞാൻ അവിടെ ചെന്ന് എനിക്കൊരു ഓഫീസ് റൂമും എല്ലാം ഇപ്പോഴും are you dressing like a boy? അല്ല, ആ സമയത്ത് ബോയ് തന്നെയായിരുന്നു. Boy തന്നെ. ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ആവുന്നുണ്ട്. കാരണം വേറൊരു സ്ഥലം, ആരും ഉപദ്രവിക്കാനില്ലാത്തൊരു സ്ഥലം. പക്ഷെ ഞാനൊരു 2-3 ദിവസം പുറത്തിറങ്ങിയില്ല. ഒരു വില്ലേജ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ നിറയെ കണ്ണിൽ സുറുമ എഴുതിയ ബോയ്സ്, ഒരു മുസ്ലിംസ് ആണ് ഫുള്ള്. അപ്പം നമാസിന് പോവാണ്, വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല അത്തറിൻ്റെയും ഇതിൻ്റെയൊക്കെ മണം.
അപ്പോൾ ഞാൻ അവരെയൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഇവരൊക്കെ കണ്ണെഴുതി എന്തു ഭംഗിയാ അവരെ കാണാൻ. അപ്പോഴാണ് എനിക്ക് ശരിക്കും ഈ ആകർഷണം വരുന്നത്, ഒരാളെ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ വരുന്നത്. അങ്ങനെ ഭയങ്കര ഒരു പ്രത്യേക ഇത് വന്നു, എനിക്കൊരു ഫീലിംഗ് വന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു കടയിൽ പോയി. അപ്പോൾ അവിടുത്തെ അങ്കിളാ പറഞ്ഞത് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെപ്പോലത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നെ എങ്ങനെയോ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, മലയാളിയായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അവിടെ പോയി എല്ലാവരും കാണാമെന്ന്. അങ്ങനെയാണ് ഞാൻ സിറ്റി മാർക്കറ്റിൽ, ബാംഗ്ലൂർ സിറ്റി മാർക്കറ്റിൻ്റെ പൂ മാർക്കറ്റ് ഉണ്ട്, അവിടെ വലിയ ബ്രിഡ്ജാണ്. ഐ തിങ്ക് 2000-ലാണ് ഞാൻ പോകുന്നത്, 2000-ൽ. അപ്പോൾ അന്ന് ഞാൻ അവിടെ ഒരു റെഡ് ഒരു കുർത്ത പോലത്തെ ഫീമെയിൽ കുർത്തയും ഒരു ഫീമെയിൽ ജീൻസൊക്കെ ഇട്ട് കുറിയൊക്കെ വരച്ച് അന്നാണ് ആദ്യമായിട്ട് അങ്ങനെ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് പ്രോഗ്രാംസിനാണ്. പക്ഷെ കുറച്ചുകൂടി ഞാൻ എന്നെ തന്നെ ഒരുക്കി കൊണ്ടുപോകുന്നത് അപ്പോഴാണ് ഒരു തമിഴായിട്ടുള്ള ഒരു ഗേ ആയിട്ടുള്ള ആളെ പരിചയപ്പെട്ടു, രാജു. അപ്പോൾ രാജുവിനോട് പറഞ്ഞു, മലയാളിയാണ് രാജുവിനോട് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അങ്ങനെ രാജുവായിട്ട് ഭയങ്കര കോൺവെർസേഷൻ ഉണ്ടാവുന്നു. ഞാൻ നോക്കുമ്പോൾ ഭയങ്കര സുന്ദരികളായിട്ടുള്ള ഒത്തിരി പേര് ഇങ്ങനെ നിൽക്കുന്നു, അവർ ചിരിക്കുന്നു, അവർ പൂവൊക്കെ ചൂടുന്നു, പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നു ഓപ്പണായിട്ട്, പിന്നെ മുറുക്കാൻ ചവയ്ക്കുന്നു, അവിടെയുള്ള ചായക്കടയിൽ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇവരൊക്കെ സ്ത്രീകൾ ഈ രാത്രി സമയത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? അത് സ്ത്രീകളല്ല, അത് ട്രാൻസ് പേഴ്സൺസ് ആണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് അത് കേൾക്കുന്നത്. അതെ അവര് ഹിജ്ഡാസ് ആണെന്നാണ്. ട്രാൻസ് എന്നുള്ള വാക്ക് അപ്പം ഇല്ല, ശരിക്കും ഹിജ്ഡ എന്നുള്ളൊരു വാക്കിലാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളുകളോ? അതെ എന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് ഇതേപോലെ ആവാൻ പറ്റുമോ? അതിന്റെ ഡെഡ് നെയിം അങ്ങനെയായിരുന്നു. അപ്പോ അങ്ങനെ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി, ഇങ്ങനൊരു ലോകമുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണ് പതുക്കെ ഞാൻ രാജു എന്നായിരുന്നു ആ ഗേ ആയിട്ടുള്ള ആളെ പേര്. അപ്പോൾ ഈ ഗേ ആയിട്ടുള്ള ആൾക്കാരെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഭാഷയിൽ നമ്മൾ വിളിക്കുന്നത് കോത്തി എന്നാണ്. കോത്തി ആയിട്ടുള്ള ഒരാളെ കാണുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ ഒരു ഓഫീസുണ്ട് സംഗമ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സംഗമയിൽ കൊണ്ടുവന്നു. സംഗമയിൽ പോയപ്പോഴാണ് ഞാൻ ഗേ, ബൈസെക്ഷൽ, ട്രാൻസ് വുമൺ, ട്രാൻസ് മെൻ അങ്ങനെയുള്ള ഒത്തിരി പേരെ കാണുന്നത്. അപ്പം ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം, ഒരു 15-ലധികം ലെസ്ബിയൻ കപ്പിൾസ് സംഗമയിലുണ്ടായിരുന്നു അന്ന്. അവര് ഭൂരിഭാഗം പേരും കേരളത്തിൽ നിന്ന് ഓടിപ്പോയവരാ, ഇവിടെ ജീവിക്കാൻ പറ്റാണ്ട്. അപ്പൊ എനിക്ക് ആ മലയാളി കണക്ഷൻ വന്നതോടെ എനിക്ക് കുറച്ചുകൂടി ഭയങ്കര സന്തോഷമായി. ഞാൻ ശരിക്കും ജോലി ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഒരു ടൈ ഒക്കെ കെട്ടി ഇൻസൈഡ് ഒക്കെ ചെയ്ത് നല്ലപോലെ ഹെയർ ഒക്കെ ഇത് ചെയ്ത് ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ ഞാൻ ഈ ക്ലയൻസിനെ കാണാൻ പോകണം. ചാമരാജ്പേട്ട്, അതുപോലെ മെജസ്റ്റിക്, ഇവിടെയൊക്കെ ക്ലയൻസും ഉണ്ട് കാസ്റ്റൈൻ കമ്പനിയുടെ. എനിക്കവിടെ കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചു തന്നു, ഒരു ഫോണും ഉണ്ടായിരുന്നു അന്ന്, പോസ്റ്റ് പെയ്ഡ്. അപ്പം ഞാൻ അവിടെ പോയി അവരൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യണം. സംഗമയിൽ വന്നതോടുകൂടി എൻ്റെ ഡ്രസ്സിംഗ് ഒക്കെ മാറി, എൻ്റെ ഇൻട്രസ്റ്റ് മാറി. ഞാൻ അതുവരെ 2 കഷത്ത് വെച്ച് പോകുന്ന പോലെയൊക്കെ ഭയങ്കര മാസ്കുലിനിറ്റി എക്സ്പ്രസ് ചെയ്തിട്ടാണ് ഈ ക്ലയൻസിനെ കാണുന്നത്. പിന്നെ ഞാൻ പോവാതായി, ക്ലയൻസിൻ്റെ അടുത്ത് പോവാതായി. അങ്ങനെ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. അതായത് കുറേ നാളുകളായി ഞാൻ സംഗമയും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാണ്ടായി, ഫോൺ വിളിച്ചെടുക്കാതായി. അപ്പോൾ ഓണറിന് എന്തോ സംശയമായി. അപ്പോൾ എന്തോ ഒരു സമയത്ത് മാനേജർ വന്നു, അദ്ദേഹം പാലക്കാടുകാരനാണ്. അദ്ദേഹം വന്നിട്ട് എന്നെ ഫോൺ വിളിച്ചു, നീ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓഫീസിലുണ്ട്, ഓഫീസിന് മുമ്പിലാണ് ഞാനുള്ളത്, നീ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ കളം പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു ഞാൻ വേറെ സ്ഥലത്താണ്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. നീ വേഗം വന്ന് പറഞ്ഞു. ഞാൻ വന്നു. അപ്പോൾ അയാൾ ബൈക്കേലാണ് വന്നിരിക്കുന്നത് ഇവിടെ. അയാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു റൂം തുറക്കാൻ. അപ്പോൾ ഓഫീസ് റൂമുണ്ട്, എൻ്റെ റൂമുണ്ട്. അപ്പം ഓഫീസ് റൂം ആദ്യം തുറന്നപ്പം മാറാലൊക്കെ ഏകദേശം പിടിച്ച്, കമ്പ്യൂട്ടറൊക്കെ തുറക്കാതെ പൊടി പിടിച്ച് എടുക്കാണ്ട്, ഡീറ്റെയിൽസ് ഒന്നും അയക്കുന്നില്ലല്ലോ. അവർക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട്. എൻ്റെ റൂം തുറക്കാൻ പറഞ്ഞാൽ എൻ്റെ റൂം തുറക്കാൻ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഞാൻ അതുവരെ സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. കാരണം അന്ന് പബ്സ് ഓപ്പൺ ആണ് ബാംഗ്ലൂർ, അന്ന് പബ് കൾച്ചർ ആയിരുന്നു. അന്ന് പബ്ബിൽ പോകുന്നു, പാർട്ടി, ഫ്രണ്ട്സ്, ഒരു വേറൊരു ലോകം, ഭയങ്കര ലോകം എന്ന് പറഞ്ഞാല്. എപ്പോഴും ഞങ്ങള് മെജസ്റ്റിക്കിലായിരിക്കും, അല്ലെങ്കിൽ ട്രാൻസും എല്ലാം സിസ് കമ്മ്യൂണിറ്റിയും ഉണ്ട്. എനിക്ക് ഒത്തിരി നേഴ്സുമാര്, പ്രത്യേകിച്ച് കോട്ടയത്തൊക്കെ ഉള്ള പെൺകുട്ടികളായിട്ട് ഭയങ്കര കണക്ഷൻ ആയിരുന്നു. നമ്മള് ഭയങ്കര ഫ്രീഡായിരുന്നു ആ 2000-ല് ആ സമയത്ത്. അങ്ങനെ നോക്കുമ്പോ ഇദ്ദേഹം വാതിൽ തുറന്ന വഴിക്ക് കാണുന്നത് എന്റെ ഗൗണാണ്, റെഡ് ഗൗണ്, പിന്നെ ഹീൽസ്, മസ്കാര, പിന്നെ നോക്കുമ്പോ ബാസ്ക്കറ്റില് കോണ്ടംസ്. അപ്പൊ ഞെട്ടിപ്പോയ ആള്,
ബാസ്കറ്റിലോ? ഇത് അപ്പൊ പോക്കറ്റ് വെക്കുന്ന സാധനല്ലേ? അപ്പൊ നീ ശരിക്കും ഇവിടെ എന്താ പരിപാടി? പരിപാടി. ഓ, അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇവിടെ ഓണത്തിന്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു മലയാളി സമാജത്തിന്റെ, അപ്പൊ നാടകത്തിന് വേണ്ടി അതിന് കോണ്ടൊക്കെ. അപ്പൊ ഭയങ്കര ഷോക്കായ ആൾക്ക്. അപ്പൊ ആൾക്ക് പന്തികേടില്ലാതെ ആള് ഫോൺ ചെയ്തു, ഓണർ പറഞ്ഞു പാക്കപ്പ് ചെയ്തോളാം. അങ്ങനെ എന്നെ യമഹ ബൈക്കിലിരുത്തി ആ രാത്രി തന്നെ കേരളത്തിലേക്ക് ബൈക്കിൽ വന്നു. ബൈക്കിൽ വന്നു, ഇവിടെ വയനാട് വഴി. അങ്ങനെ ഹൊസൂർ വഴി തൃശ്ശൂരെത്തി. തൃശ്ശൂരെത്തിയിട്ട് ഓണർ പറഞ്ഞു നാളെ പെസവാഴ്ചയാണ്, മറ്റന്നാ ദുഃഖവെള്ളിയാണ്, അത് കഴിഞ്ഞാൽ ഈസ്റ്ററാണ്. ഈസ്റ്റർ കഴിഞ്ഞ് തിങ്കളാഴ്ച ഡാഡിനെയും കൂട്ടിയിട്ട് അപ്പൊ എൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേദോപദേശം പള്ളിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എൻ്റെ പോസ്റ്റ് പെയ്ഡ് മൊബൈലില് അന്ന് ടെക്സ്റ്റ് മെസ്സേജ് ആണല്ലോ, ബോയ്സ് ഒക്കെ മെസ്സേജ് അയക്കുന്നൊക്കെ അദ്ദേഹം ലൈവ് ആയിട്ടിരുന്ന് വായിച്ചു പപ്പയ്ക്കും മമ്മയ്ക്കും മുമ്പില്. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും 7,000 റുപ്പീസ് എനിക്ക് പോസ്റ്റ് പെയ്ഡ് കണക്ഷന് ബില്ലായിട്ടുണ്ട്. പ്രായം അതല്ലേ. അതെ, പിന്നെ ലാവിഷ് ആയിരുന്നു. പിന്നെ എനിക്ക് അവിടെ സാലറി ഉണ്ടായിരുന്നു, ഇവിടെ വീട്ടിലേക്ക് വേറെ സാലറി കൊടുക്കുമായിരുന്നു. അല്ലാതെ ഞാൻ അവിടെ നിന്ന് സാലറി ഉണ്ടാക്കിയിരുന്നു പബ്ബിലൊക്കെ ഡാൻസ് ചെയ്തിട്ടൊക്കെ. അപ്പം ഈ കുട്ടി വഴി വഴിച്ചു പോയി. ഈ കുട്ടീനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ കൊടുത്തിരുത്താൻ പറഞ്ഞു വീണ്ടും. അവൻ എന്നെ ധ്യാന കേന്ദ്രം, ഗലീലി ധ്യാന കേന്ദ്രം, ഇവിടെ നമ്മുടെ സ്റ്റുഡിയോ ഉണ്ടല്ലോ ഒല്ലൂര്, അവിടെ ഗലീലി ഇരുത്തിയപ്പോൾ ഒരു 2 ദിവസമൊക്കെ ഞാൻ നന്നായിട്ടിരുന്നു. പക്ഷെ 3-ാമത്തെ ദിവസം BSc നഴ്സിംഗ് പഠിക്കുന്ന ആമ്പിള്ളേര് ബാംഗ്ലൂരിൽ നിന്ന് വന്നു, 10 പേര്. ഞങ്ങൾ ഒരുമിച്ചാണ് റൂം ഷെയർ ചെയ്തത്. ഇവരായിട്ട് മുഴുവൻ എൻ്റെ കണക്ഷനായി, എൻ്റെ ധ്യാനം മുടങ്ങി. അപ്പൊ അമ്മയും പപ്പയും വിചാരിച്ചു 10 ദിവസം കഴിയുമ്പോൾ ഞാൻ ലാങ്കുട്ടിയായിട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലും. ഞാൻ ചെവിലും പെണ്ണായിട്ട് അപ്പോഴാണ് ഫുള്ളായിട്ട്. കാരണം എനിക്ക് ഓൾറെഡി ബാംഗ്ലൂർ ഭയങ്കര ഒരു ഫ്രീഡം, എക്സ്പ്രഷൻ, ഡിഗ്നിറ്റി എല്ലാം തന്നു. കാരണം തിരിച്ചു വരാൻ അല്ല, പറ്റില്ല. സംഗമ എനിക്ക് തന്നിട്ടുള്ളത് ഒരു ആക്ടിവിസം മോഡാണ്. അവിടെ ഒത്തിരി ട്രാൻസ്മെൻസിനെ പരിചയപ്പെടുന്നു, ട്രാൻസ് വുമണിനെ പരിചയപ്പെടുന്നു, ഹൗ ടു എക്സ്പ്രസ് മൈ സെൽഫ്. എൻ്റെ എവിടെയാണ് എൻ്റെ സ്വാതന്ത്ര്യം വന്നത് അവിടെ നിന്നാണ്. ആ സ്വാതന്ത്ര്യം ഞാൻ അന്വേഷിക്കുകയാണ്. അത് അന്വേഷിച്ച് കഴിഞ്ഞു, ഞാൻ സ്വതന്ത്രയായേ. അപ്പം ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർ പറയണത് കേൾക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് മൈ സെൽഫ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ 2000 ആ സമയത്തിൽ ശീതൽ ഡിസ്കവേർഡ്, ശ്യാം ഡിസ്കവേർഡ് ശീതൽ. ആ സമയത്ത്. Okay, now we're going to pause there. Okay, now I'm going to go here. Okay, ഇയാളുടെ സ്റ്റോറി എന്താണ്? ഇയാളുടെ ഇങ്ങനത്തെ വലിയ സ്റ്റോറി ഉണ്ടോ ബാസ്കറ്റിൽ? ആക്ച്വലി എനിക്ക് തോന്നുന്നത് എൻ്റെ സ്റ്റോറിയും ശീതലിനെയും പറയുകയാണെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് കാണുമായിരിക്കും. ഞാൻ എന്നെ കണ്ടെത്തിയ സ്പേസുകൾ കുറച്ച് സ്പേസ് വഴിയായിരിക്കും, അങ്ങനെ പലതായിരിക്കും. പിന്നെ കമ്പാരിറ്റീവ്ലി കൂടുതൽ നല്ല സാഹചര്യം, സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷെ ഇതിൽ പല കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ചൈൽഡ്ഹുഡ് അബ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുട്ടിക്ക് ഒരിക്കലും ഒരു സെക്ഷൽ എക്സ്പ്ലോർ ആ സാഹചര്യം അല്ലല്ലോ. ഒന്നും അറിയത്തില്ലാത്ത ആളെ അബ്യൂസ് ചെയ്യുന്നു, ആ കുട്ടി അങ്ങനെ സർവൈവ് ചെയ്യുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിക്കാം, ഐ എം നോട്ട് ഈവൻ ഷുവർ എനിക്കത് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. ആൻഡ് അതിനെ കുറിച്ച് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടിരുന്ന് സംസാരിക്കുക. ഇതിലൂടെ നിൽക്കുന്നു, സംസാരിക്കുന്നു. എനിക്ക് പറയണ്ടെന്നുണ്ട്, പക്ഷെ ഇത് അറിയണം, ആൾക്കാർ അറിയണം. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഫ്രണ്ട് ഒരു കൗൺസിലറാണ്. അപ്പോൾ അവള് പറഞ്ഞു സ്കൂളിൽ ഒരു കുട്ടി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല, കുട്ടി നുണ പറയാവുന്ന പറഞ്ഞത്. അല്ല, that is a standard practice. We will come. അമ്മ വിശ്വസിക്കുന്നില്ല കുട്ടിയെ. We will come to that. Okay, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അർജുനെ ഞാൻ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ അർജുൻ വാസ് ഗീത അല്ല അർജുന്റെ അർജുൻ ട്രാൻസ് മാൻ ആണ് എന്ന് പറഞ്ഞാൽ ഒരു ജനിച്ചത് ഒരു സ്ത്രീ ആയിട്ടാണ്. ഐ മീൻ ആക്ച്വലി ഇതിനെ കാണുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ട്രാൻസ്മെൻ ജസ്റ്റ് ആ ഒരു സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ പുരുഷന്മാരെ ഞാൻ കാണുന്നത് ഇപ്പം ചില പുരുഷന്മാരെന്ന് പറഞ്ഞാൽ സിസ് ജെൻഡർ പുരുഷന്മാരുണ്ട്, ചില ബയോളജിക്കലി പുരുഷൻ്റെതായിട്ടുള്ള ബയോളജിക്കലി അസൈൻ ചെയ്തിട്ടുള്ളതും പിന്നീട് ഈ പറയുന്ന പോലെ എന്നെ പോലെയുള്ള മനുഷ്യർ ബയോളജിക്കലി ഇന്നതാണെന്നില്ല, ബട്ട് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഐഡന്റിറ്റി അതുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് പറ്റുന്നത്. ഇപ്പം ഈവൻ സിസ് ജെൻഡർ പുരുഷന്മാരിലാണെങ്കിലും ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ ഇല്ലാത്ത പുരുഷന്മാരുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ ഇല്ല, ഈവൻ ഫിസിക്കലി എനിക്കുള്ള വ്യത്യസ്തതകളുണ്ട്. സോ അതിനനുസരിച്ച് എൻ്റെ ബോഡീനെ കംഫർട്ട് ആക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. സിസ്റ്റം പുരുഷന്മാർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. സോ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ പുരുഷന്മാർ ഇങ്ങനെ ഉണ്ടെന്നോ ഞാൻ പറയാറില്ല, അല്ലെങ്കിൽ സ്ത്രീയിൽ നിന്ന് പുരുഷൻ ഞാൻ പൊതുവെ
എനിക്ക് You don't like that explanation. എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ഔട്ട് സൈഡ് ഉള്ള ഒരു ഇതാണ്. ഒരു സ്ത്രീ ആയിരുന്നു, എന്റെ അപ്പിയറൻസ് മാറിയതായിട്ട് ആൾക്കാർക്ക് തോന്നുമ്പോൾ അങ്ങനെയായിരിക്കും. ബട്ട് ഡീപ്പ് ഇൻസൈഡ് വട്ടവർ ഞാൻ ഓക്കെ, അത് ഞങ്ങൾക്ക് ഒന്നുകൂടെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, സോ ഇപ്പം ട്രാൻസ് മെൻ ആൻഡ് ട്രാൻസ് വിമൻ, ഓക്കെ, LGBTQIA++. വിൽ ടോക്ക് അബൌട്ട് ട്രാൻസ്ജെൻഡർ. പറഞ്ഞോ, ഇത് രജനിക്കും കൂടി പറഞ്ഞോളൂ, അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നോർമലി മീഡിയ പീപ്പിൾ എപ്പോഴും ചോദിക്കുന്നത് ശീതൾ സ്ത്രീ പുരുഷനിൽ നിന്നും സ്ത്രീ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പൊ അത് കുറച്ചുകൂടി ഇപ്പം രഞ്ജിനി ഇത് സംസാരിക്കുമ്പോൾ രഞ്ജിനിക്ക് ഇതിന് നോളജ് ഉള്ളത് കൊണ്ട് രഞ്ജിനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് പറയും. നമ്മളൊരു ബയോളജിക്കലി അസൈൻഡ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ നിന്നും ഞാനൊരു ട്രാൻസ് വ്യക്തിയിലേക്ക് പോയി എന്നുള്ളത്, അതിൽ സ്ത്രീയോ പുരുഷനോ, ഇപ്പൊ ഞാൻ ഒരു സ്ത്രീ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളെ അല്ല. Got it. Okay. So basically ഇപ്പം അറ്റ് ബർത്ത് ഒരാൾ ജനിക്കുമ്പം ഹോസ്പിറ്റൽ നമ്മളുടെ അവയവങ്ങൾ നോക്കി അസൈൻ ചെയ്യുന്ന ഒരു ഇതാണ് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. ബട്ട് ടെക്നിക്കലി അങ്ങനത്തെ ഒരു അസൈൻമെന്റ് പാടില്ല എന്നതാണ് ഇവര് പറയുന്നത്. അല്ല, ഇതിൽ അങ്ങനെ ആയിരിക്കണം. There should not be ഒരു തേർഡ് പാർട്ടി അസൈൻ ചെയ്ത് പീനസ് ഉണ്ടെങ്കിൽ നമ്മൾ ആൺകുഞ്ഞെന്ന് പറയുന്നു, വജൈൻ ഉണ്ടെങ്കിൽ പെൺകുഞ്ഞെന്ന് പറയുന്നു. അപ്പൊ രണ്ട് അവസ്ഥയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർസെക്സ് പേഴ്സൺസ്, ഉഭയലിംഗർ അല്ലെങ്കിൽ മിശ്രലിംഗർ. അവരും കൂടിയും ജനിക്കുന്ന ആളുകളുണ്ട്. അതിൽ തന്നെ 67 ഡൈവേഴ്സിറ്റി ഉണ്ടെന്നാണ് WHO പറയുന്നത്. നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റ് ബോർഡിൽ ഇന്റർസെക്സ് പേഴ്സൺ ഉണ്ടായിരുന്ന ആളാണ്. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്റർസെക്സ് പേഴ്സൺ മത്സരിച്ച ഒരു നാടാണ്. അപ്പൊ അവിടെ നമ്മൾ ജനനത്തിൽ ആണ് ജനിക്കുന്നു പെണ്ണ് ജനിക്കുന്നു, അല്ലെങ്കിൽ ആൺകുഞ്ഞ് ജനിക്കുന്നു പെൺകുഞ്ഞ് ജനിക്കുന്നു മാത്രമേ പറയുന്നുള്ളൂ. രണ്ട് അവസ്ഥയും, അതായത് മെയിൽ ഓർഗണും ഫീമെയിൽ ഓർഗണും അല്ലെങ്കിൽ വജൈന ഓർ പീനസ് ഉള്ള ഒരു ബോഡിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ അങ്ങനത്തെ എത്രയോ പേരുണ്ട്. അല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പൊ സെക്സ് എന്ന് എപ്പോഴും പൊതുവെ സമൂഹം പറഞ്ഞു സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂ. ഈവൻ അതാണല്ലോ സമൂഹം പൊതുവെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഈ പറഞ്ഞ ശീതൾ പറഞ്ഞ ഇന്റർസെക്സ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അത് ജസ്റ്റ് ഈ പറയുന്ന സെക്സ് ഓർഗന്റെ ബേസിലും തന്നെ ആകണമെന്നില്ല. ക്രോമസോമിന്റെ വേരിയേഷൻ കൊണ്ട് പറയാറുണ്ടോ, ഹോർമോണിന്റെ വ്യത്യാസങ്ങൾ കൊണ്ട് പറയാറുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യൻ ഭയങ്കര ഡൈവേഴ്സ് ആണ്. അത് ഫിസിക്കലി ബയോളജിക്കലി ആയിരിക്കാം, മെന്റലി ആയിരിക്കാം, എല്ലാ രീതിയിലും മനുഷ്യൻ പറയാം. അപ്പൊ അതിന് ഫിക്സഡ് ആയിട്ട് സ്ത്രീയോ പുരുഷൻ എന്നുള്ള രീതി, ഈവൻ ബയോളജിക്കലി ഇത് ബൈനറി അല്ല, മനുഷ്യന്മാർ അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുന്നു. അതോടൊപ്പം ബർത്തില് സ്ത്രീ എന്നോ പുരുഷനെന്നോ ഇന്റർസെക്സ് എന്നോ എന്ന് അടയാളപ്പെടുത്താതിരിക്കുക എന്നുള്ളതിലല്ല. ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ സ്ത്രീ എന്ന് അടയാളപ്പെടുത്തിയ സ്ത്രീ ഇന്ന രീതിയിൽ ജീവിക്കാവുള്ളൂ, പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന രീതിയിലേക്ക്. ഇപ്പം നമുക്ക് ഭയങ്കര പ്രഷറാണ് ഒരു മനുഷ്യന് അവന്റെ പൊട്ടൻഷ്യൽ, അവന്റെ ആ ഒരു ജെൻഡർ എക്സ്പ്രഷനോ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ വരുമ്പോഴാണ് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഒരു സ്ട്രിക്ട്ലി ഇന്നത് ബിഹേവ് ചെയ്യുന്ന ആ ബൈനറിക്ക് ഉപരിയായിട്ട് മനുഷ്യന്മാരുടെ ഡൈവേഴ്സിറ്റി ആണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ് ഇഷ്യൂ. അല്ലെങ്കിൽ ആൾക്കാർ ഓർക്കും ജനിക്കുമ്പോൾ പിന്നെ കുട്ടീനെ എങ്ങനെ വളർത്തണം, സ്ത്രീ ഒന്നും പറ്റത്തില്ല പുരുഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും കൊച്ചിനെ. അപ്പൊ നമ്മള് ആ ഐഡിയ പറയുമ്പോൾ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിക്ക് ഇന്ന ഡ്രസ്സ് എടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ അറിയാലോ, പല കിൻഡർ ജോയിലൊക്കെ ആണെങ്കിൽ പിങ്ക് കളർ, ബ്ലൂ കളർ, അപ്പൊ ബോയ്സ് ആണ് ഇന്നത് കൊടുക്കുക. അപ്പൊ നമ്മളവിടെ ഒരു ഇത് കൊടുക്കണം, ഇതോ നീ ചെയ്യാൻ പാടുള്ളൂ, അതോ നീ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ബുദ്ധിമുട്ടായിട്ട്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പേരാ വിളിച്ചത്. അപ്പൊ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ചോദിക്കും ശീതളുടെ പഴയ പേരെന്താ, അവർക്ക് യാതൊരു ആവശ്യമില്ല. അത് അവർക്ക് ആക്ച്വലി അത് പറയുന്നില്ല. ഞാൻ അതിന്റെ ഡെഡ് നെയിം പറയാറില്ല. But most of the people think Geeta എന്നുള്ള. So you're just Arjun. But why does everybody say Arjun Geeta? Geeta is എന്റെ അമ്മയുടെ പേര്. അപ്പൊ ഇതിനു മുമ്പ് പേര് മാറ്റുന്നതിന് അച്ഛന്റെ പേരായിരുന്നു. So I thought like even അച്ഛന്റെ പേര് പാട്രിയാർക്കി ബേസ്ഡ് ആണല്ലോ. സോ എന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിന്റെയും കൂടെ ഇതിൽ ഒരു റിഫ്ലക്ഷൻ ആണത്. അമ്മേനെ. So tell us മറ്റേ ജോസഫ് അന്നംകുട്ടി പോലെ അർജുന്റെ ലൈഫിനെ കുറിച്ച് പറയൂ. എന്റെ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വെർബലി 7 വർഷം 6 വർഷം ട്രാൻസിഷൻ എന്ന് പറഞ്ഞാല് ലോങ് ബാക്ക് ബിഫോർ എനിക്ക് തന്നെ അറിയില്ല എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതൊന്നും അറിയില്ല. പക്ഷെ ഇപ്പൊ ശീതൾ പറഞ്ഞ ആ ഒരു ജേണി പോലെ അല്ല. പക്ഷെ എങ്ങനെ നോട്ടീസ് ചെയ്തു? നോട്ടീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ ഒരു വ്യത്യസ്തത തോന്നിയിട്ടുണ്ട്. ഒബ്വിയസ്ലി സ്ത്രീ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, പുരുഷൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കത് ഫിറ്റ് ആകാൻ പറ്റുന്നില്ലായിരുന്നു. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഔട്ട് സൈഡിൽ ഉപരിയായിട്ട് ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ എപ്പോഴും ട്രാൻസ് പുരുഷന്മാരെയൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ലോ ക്ലാസ്സിൽ നിന്നോ ഹയർ ക്ലാസ് പുരുഷൻ എന്ന് വെച്ചാൽ സ്ത്രീ എന്ന് പറഞ്ഞെന്തോ ലോ ക്ലാസ് ആണ്, അപ്പൊ ഹയർ ക്ലാസ്സിലേക്ക് പോകാൻ കൊതിക്കുന്ന മനുഷ്യരായിട്ടാണ് കാണാറുള്ളത്. അത് എനിക്ക് അങ്ങനെയുള്ള വരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് സ്ത്രീ എന്നുള്ളതിനെ ഡിഗ്രേഡ് ചെയ്യാൻ എനിക്കും പറ്റില്ല. എന്ന് വെച്ചാൽ ആ ഒരു അത് കൺസെപ്റ്റ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നത് ഒബ്വിയസ്ലി ഫിറ്റ് ആകാത്തതിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ പുരുഷന്മാരുടെ കൂടെ കളിക്കാനാണ് ഇഷ്ടം, ക്രിക്കറ്റിനോട് അങ്ങനെയൊന്നും അല്ല. എനിക്ക് ഇപ്പോഴുള്ള കംഫർട്ട് സ്പേസ് എന്ന് പറയുന്ന സ്ത്രീകളുടെ ഇടം തന്നെയാണ്. അതാണ് എനിക്ക് കൂടുതൽ സേഫ് ആയിട്ട് ഫീൽ ചെയ്യാറുള്ളത്. സോ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇതൊന്നും പറയാനില്ല. പക്ഷെ എനിക്കറിയാം ചെറിയ
സംതിങ് ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എനിക്ക് പറ്റുന്നില്ല, ഫിറ്റ് ആകുന്നില്ല എന്നുള്ളൊരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇവൻ ഇപ്പോഴാണെങ്കിലും സിസ്റ്റൻഡർ പുരുഷന്മാരുടെ ഇടങ്ങളിൽ ഒരു മിസ്സിങ് ഗ്യാപ്പ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ആദ്യം എൻ്റെ സെക്ഷുവാലിറ്റിയാണ് മനസ്സിലായത്. ഞാൻ ഒരു പെൺകുട്ടിയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. സെയിം ടൈം താല്പര്യം ആ സമയത്ത് അങ്ങനെ പറയാറില്ല, ഒരു പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ഒരു ചെറിയൊരു കൂടുതലും ഇമോഷൻ ഡ്രിവൺ ആയിരുന്നു. ഇമോഷൻ ജസ്റ്റ് നമുക്ക് ക്ലാസ്സിൽ ആ കുട്ടി ഉണ്ടെങ്കിൽ സന്തോഷമില്ല, സന്തോഷക്കുറവ് ആ രീതിയിലുള്ള ചെറുപ്പമല്ലേ. അപ്പൊ എന്റെ സെക്ഷുവാലിറ്റിയാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു തിരിച്ചറിവ്. സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ടെർമിനോളജി പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഒരു കുട്ടിയോട് താല്പര്യം ഉണ്ടായിരുന്നു, പിന്നീട് ഞാൻ അതങ്ങനെ പോയി. പിന്നെ ഗ്രാജുവേഷൻ ലെവൽ എത്തിയപ്പോഴാണ് എനിക്കൊരു പ്രണയം എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ആ സമയത്തും എനിക്ക് പല വ്യത്യാസങ്ങളും എനിക്ക് ഫീൽ ചെയ്യുന്നു. വെച്ചാൽ ക്ലാസ്സിലാണെങ്കിലും പെൺകുട്ടികളുടെ കൂടെ ഫിറ്റ് ആകാൻ പറ്റുന്നില്ല, ആൺകുട്ടികളുടെ കൂടെ ഫിറ്റ് ആകാൻ പറ്റുന്നില്ല. പക്ഷെ എല്ലായിടത്തും ഞാനുണ്ട്. അങ്ങനെ ഭയങ്കര എൻ്റെ കോളേജ് ലൈഫൊക്കെ നല്ലതായിരുന്നു, ഡിഗ്രി ഒക്കെ. So at that time you hadn't transition, no? നോ ഞാൻ ട്രാൻസിഷൻ ചെയ്തതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ അത് കഴിഞ്ഞിട്ടാണ്. ഞാൻ ജനിച്ചത് കോട്ടയത്തൊക്കെയാണ്, പിന്നെ ഇടുക്കിയിലേക്കാണ്. വീട്ടിലെ പേരൻസ്, ചേച്ചിയുടെ കൊച്ച്, ഞങ്ങൾ 5 പേരാണ് ഇപ്പൊ നിലവിലുള്ളത്. പിന്നെ കുച്ചിയമ്പട്ടി നമ്മുടെ എല്ലാവരും. ഓക്കെ, എനിവേ ഞാൻ ഇടുക്കിയിലാണ് മോസ്റ്റ്ലി എൻ്റെ അഡൾട്ട് എന്നുള്ള രീതി വരെ പഠിക്കുകയും ജീവിക്കുകയും എല്ലാം ചെയ്തത്. ഞങ്ങൾ ഒരു കർഷക കുടുംബം തന്നെയാണ്, അങ്ങനെ കൃഷി രീതിയിലൊക്കെ ആയിരുന്നു. പിന്നെ ഗ്രാജുവേഷൻ സമയത്ത് പ്രണയമുണ്ടായി. ഒബ്വിയസ്ലി ഇറ്റ്സ് ലൈക്ക് ഒരു ഹൈഡഡ് എന്നുള്ള രീതിയിലായിരുന്നു. അത് പ്രണയമായിരുന്നു പോലും ക്ലെയിം ചെയ്യാൻ പറ്റാത്തൊരു ഇതായിരുന്നു. എനിവേ ആ സമയത്ത് ഞാനിങ്ങനെ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ ഇങ്ങനെ വരില്ല, അതിൽ വരുന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നൊന്നുമില്ല. നമുക്ക് അക്കാഡമിക്കലി അതിനെക്കുറിച്ച് ലേൺ ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. സെൽഫായിട്ട് എനിക്ക് അത്ര എക്സ്പോഷറും ഇല്ലായിരുന്നു. ഞാൻ അധികം സോഷ്യലി ഉള്ള ഇഷ്യൂസിനെ കുറിച്ചൊന്നും ഇല്ലാതെ ഉള്ള സ്പേസിൽ അങ്ങ് കംഫർട്ടായിട്ട് ജീവിച്ചു പോകുന്ന മനുഷ്യനായിരുന്നു. സെയിം ടൈമിൽ ഇന്റേണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റും ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ജെൻഡർ എക്സ്പ്രഷൻ വരുമ്പോൾ ഓണമാകുമ്പോൾ സാരി എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്കത് ഫിറ്റ് ആയിട്ട് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. വെച്ചാൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഒരു വസ്ത്രം എനിക്ക് ധരിക്കാൻ പറ്റുന്നില്ല. ഈവൻ ഇപ്പം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓണപരിപാടിക്കൊക്കെ പെൺകുട്ടികൾ മുണ്ടെടുക്കും, എനിക്ക് അതും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അതും ഒരു ഫിയറാണ്. സെയിം ടൈമിൽ ഇതും ചെയ്യാൻ പറ്റുന്നില്ല. ഐ സ്റ്റിൽ റിമെമ്പർ എൻ്റെ ചേച്ചിയുടെ മാരേജിന്റെ സമയത്ത് ഇന്നെങ്കിലും ഇങ്ങനെ ഒരു ഡ്രസ്സ് എടുത്ത് പറഞ്ഞ് എനിക്ക് പ്രഷർ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും സ്ട്രെസ്സായി. അന്നപ്പം മനസ്സിലായി എന്തോ സംതിങ് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു തിരിച്ചറിവ്. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ സ്കൂളിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വരുന്നത്, അതും ക്ലാസ് എന്ന് പറയാനൊന്നും പറ്റുന്നത് ഈ മതത്തിൻ്റെ ഒക്കെ ആയിരുന്നു. ഞാൻ പഠിച്ചൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ആയിരുന്നു. അവിടെ ഞാൻ എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അവർ ഭയങ്കര ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. സോ അവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്തു. പിന്നെ ഞാൻ പൊതുവേ കേട്ടിട്ടുള്ളതും ക്യൂർ മനുഷ്യരെ, എസ്പെഷ്യലി ഹോസ്റ്റലിൽ ഞാൻ കുറച്ച് നാൾ നിന്നിരുന്നു, കേട്ടിട്ടുള്ള ഈ ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ഉള്ള മനുഷ്യന്മാരെ കുറിച്ച് കേട്ടു. അത് മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് ട്രാൻസ്ജെക്റ്റുകളെ കുറിച്ച് യാതൊരു ധാരണയില്ലായിരുന്നു. പിന്നെ ഞാൻ റീലൊക്കേറ്റ് ചെയ്തു എറണാകുളത്തേക്ക്. പിന്നീട് എറണാകുളത്തേക്ക് വന്നപ്പോഴാണ് എന്നെ ആദ്യമായിട്ട് ഒരാൾ ടോംബോയ് ആണെന്നുള്ള രീതിയിലേക്ക് ലേബിൾ ചെയ്യുന്നത്. ടോംബോയ് എന്താണെന്ന് അറിയില്ല. എൻ്റെ അപ്പിയറൻസ് എല്ലാം ഞാൻ ഷർട്ട് ഇടും, ജീൻസ് ഇടും, പാൻറ് ഇടും, അങ്ങനെയായിരുന്നു. ബട്ട് ഹെയർ ആ സമയത്തുണ്ടായിരുന്നു, വെച്ചാൽ ഇൻ ബിറ്റ്വീൻ എന്നുള്ള രീതിയിലായിരുന്നു. ഈവൻ ആൾക്കാർ തോന്നുന്നത് ട്രാൻസ് പുരുഷന്മാർക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഹെയർ കട്ട് ചെയ്യുന്നത് തന്നെ ഒരു റെവല്യൂഷൻ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിവേ ടോംബോയ് എന്നുള്ള പേര് കണ്ടപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ സെർച്ച് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ആൻഡ്രോജനസ് ആയിട്ടുള്ള സ്ത്രീകളെ, ഇപ്പോഴാണെങ്കിലും ഉണ്ട് ഒത്തിരി ടോംബോയ്സ് പേജസ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തു, ഒത്തിരി മനുഷ്യരെ അങ്ങനെ ഇന്ററാക്ട് ചെയ്തു. പിന്നെയാണ് ഞാൻ ട്രാൻസ്ജെൻഡർ എന്നുള്ള ടെർമിനോളജി ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം രീതിയിലാണ്. ഫേസ്ബുക്കിൽ ഞാൻ ട്രാൻസ്ജെൻഡർ എന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് വന്നത് ഭയങ്കര ട്രാജിക് ആയിട്ടുള്ളൊരു ന്യൂസായിരുന്നു. എനിക്ക് ഞാൻ ആ പേര് പറഞ്ഞാൽ എനിക്ക് തന്നെ കാലിക്കട്ടിലെങ്ങാണ്ട് ഉള്ളൊരു ട്രാൻസ്മെൻ്റെ മരണമായിരുന്നു. ഞാൻ കണ്ട ന്യൂസ് അതാണ്. ഇതൊരു ശാലുവിൻ്റെ മരണമാണ് ഞാൻ കണ്ടത്. അപ്പോൾ ആ ന്യൂസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രോപ്പറായിട്ടുള്ള പത്ര കട്ടിങ്സ് അങ്ങനെയൊന്നുമല്ല. റാൻഡമായിട്ട് ഫേസ്ബുക്കിൽ ഒരാൾ എഴുതിയേക്കുന്നു, അതിൻ്റെ താഴെ മനുഷ്യന്മാർ ഭയങ്കര വെച്ചാൽ മരണത്തിൽ പോലും ഒരു ഡിഗ്നിറ്റി കൊടുക്കാതെ ആ വ്യക്തിനെ, ഇപ്പോഴാണെങ്കിലും ഞാൻ മരിച്ചാലോ ഒരു ട്രാൻസ്ജെൻഡർ മരിച്ചാലോ ഇന്നത് ചെയ്തിട്ടാ ഇങ്ങനെ ചെയ്യാൻ പോയിട്ടല്ലേ, എൻ്റെ മരണ റീസണുമായിട്ട് യാതൊരു ബന്ധമില്ലായിരിക്കും, ബട്ട് സ്റ്റിൽ അങ്ങനെയാണ്. അപ്പോൾ ഒരു ഡെഡ് ബോഡി, മരണപ്പെട്ട ഒരാളോട് പോലും റെസ്പെക്റ്റ് ഇല്ലാതെയാണ് സമൂഹം ട്രാൻസ് വ്യക്തികളെ ട്രീറ്റ് ചെയ്യുന്നെന്നുള്ളൊരു ബോധം എനിക്ക് വന്നു. സോ ആ സമയത്ത് വന്ന ഫയർ എനിക്ക് ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല. സോ ഇതാണ് നടക്കുന്നത് എന്നുള്ള ധാരണ വന്നു. പിന്നെ കുറെ മനുഷ്യന്മാരെ കാണാനിടയായി. വീട്ടിലുള്ള സപ്പോർട്ട്, വീട്ടിൽ ഇനിഷ്യലി ഇതായിരുന്നു എന്ന് വെച്ചാൽ വി ഡോണ്ട് ഹാവ് എനി പ്രൂഫ്. എനിക്കൊരു പ്രൂഫ് ഇല്ല, ഞാൻ ട്രാൻസ്ജെൻഡർ ആണ്, ഞാൻ പുരുഷനാണെന്ന് പറഞ്ഞ് എന്തിട്ട് കാണിക്കും. എൻ്റെ ബേസ് ഇപ്പൊ നമുക്കൊരു പനിയാണെന്ന് വെർബലി പറയാൻ പറ്റിയ ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലേബലിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ട്രാൻസ്ജെൻഡർ ആണ്, ട്രാൻസ് പുരുഷനാണെന്ന് മനസ്സിലാക്കി യുഎസിലേക്ക് ഫയറിലായിരുന്നു, എല്ലാവരോടും പറയാനുള്ള കോൺഫിഡൻസും കാര്യത്തിലായിരുന്നു. വീട്ടിൽ ഞാൻ ട്രാൻസ്മെൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഈവൻ ഞാൻ അങ്ങനെ വെർബലി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത്
ഇന്നതൊക്കെയാണ് എൻ്റെ സ്ട്രഗിൾസ്, അതുകൊണ്ട് എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇന്നതൊക്കെ ചെയ്യണം, സർജറി ചെയ്യണം, ഇന്ന രീതിയിൽ ജീവിക്കാനാണ് എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു. ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ശീതലിൻ്റെ അച്ഛൻ അമ്മേനെ പറഞ്ഞ പോലെ സിമിലർ ആയിട്ട് എൻ്റെ വീട്ടിലും ഈ പറഞ്ഞത് ഓൾവേസ് അങ്ങനെ ആയിരിക്കില്ല. അമ്മമാരുടെ അമ്മമാരെയാണല്ലോ കുറ്റപ്പെടുത്തുന്നത്, ഇങ്ങനെ നിന്റെ മക്കൾ ഇങ്ങനെ ആയത് ഇന്നത് കൊണ്ടാണെന്നുള്ള സോക്കോൾഡ് പരിപാടിയൊക്കെ. അച്ഛന്മാർക്ക് ഒരു പങ്കില്ലല്ലോ. അമ്മയാണെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ അമ്മ ഭയങ്കര ആ രീതിയിലൊക്കെ ട്രൈ ചെയ്തു. ചേച്ചി ആണെങ്കിലും ആലോചിച്ചു. എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് അവളെ ഫുള്ളി അഗനിസ്റ്റ് എന്നുള്ള രീതിയിലല്ല, ഇതെന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ടുള്ള ഫീലിംഗ് ആണ്. ഒരു ചില ധാരണകളുണ്ടല്ലോ, ആർക്കും എക്സ്പോഷർ ഇല്ല. എനിവേ അങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻ ഒക്കെ ആയിരുന്നു തുടക്കം. ബട്ട് എനിക്ക് എന്നെ ഞാൻ എന്താണെന്ന് നല്ല അറിയാണ്ട് ഐ ഡോണ്ട് ഈവൻ എന്ത് ബ്ലാക്ക് മെയിൽ ചെയ്താലും ഞാൻ അത് വീഴുന്നതായിരുന്നില്ല. ഞാൻ ഓൾറെഡി എൻ്റെ ലൈഫ് കോംപ്രമൈസ് ചെയ്തു. ഒത്തിരി നാള് എനിക്കായിട്ട് ജീവിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ ഇനി അതിനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അമ്മയാണ് എൻ്റെ കൂടെ മുടി വെട്ടാരൊക്കെ അവർക്ക് ഭയങ്കര സമയമൊന്നുമില്ല. പക്ഷെ അന്ന് എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു. അപ്പം മുടി വെട്ടുന്ന ആൾക്കും പേടി, അമ്മയ്ക്കും മുടി ഇത്ര പെട്ടെന്ന് ഇത്ര വെട്ടിക്കളയണം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇത്ര ആക്കി, പിന്നെ ഞാൻ അല്ലാതെ ഫുള്ള് ഷോർട്ടാക്കി. അപ്പം അമ്മയ്ക്ക് എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോഴും ട്രാൻസ്വെക്തികളെ കുറിച്ചോ ക്യൂർ മനുഷ്യരെ കുറിച്ചൊന്നും അത്ര ധാരണയില്ല. ബട്ട് ദൈനോ അവർക്ക് എന്നോടുള്ള സ്നേഹമാണ് മറ്റു മനുഷ്യരെ അറിയാനും അക്സെപ്റ്റ് ചെയ്യാനും. ഇപ്പോൾ ഒത്തിരി ക്യൂറായിട്ടുള്ളവർ എൻ്റെ വീട്ടിലേക്കൊക്കെ വരും. അവർ ഈ പറയുന്ന പോലെ ഇപ്പം എന്നെ പുരുഷനായിട്ട് പലപ്പോഴും അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെയും കൂടെയാണ്. പക്ഷേ വീട്ടിലിപ്പം അങ്ങനെ ഒരാൾ മെഡിക്കൽ ട്രാൻസ്ലേഷൻ ചെയ്യാത്ത ഒരാൾ വന്നാൽ പോലും അവർ മിസ്ജെൻഡർ ചെയ്യുകയോ അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല. പൊതുവെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും അത്ര എഡ്യൂക്കേഷൻ ഇതിനെക്കുറിച്ചൊന്നും ഇല്ല, അങ്ങനെയുണ്ട്. പക്ഷെ നല്ല ഒരു രീതിയിലൊക്കെ അവർ മാറിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ല, പക്ഷെ അവർ തന്നെ സെൽഫായിട്ട് ലേൺ ചെയ്താണ്. എനിക്കൊന്ന് ട്രാൻസ് മനുഷ്യന്മാരെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഒബ്വിയസ്ലി ഓൺലൈൻ റിസോഴ്സസ് ഉണ്ട്. അതോടൊപ്പം ആ മനുഷ്യന്മാരോട് ഇടപഴകുക. നമ്മൾ മനുഷ്യന്മാർ തന്നെയാണല്ലോ, അതിലേക്ക് മാത്രമേ തിരിച്ചറിവുള്ളൂ തോന്നും. പിന്നെ ഈ എന്താ പറയാ, ഈ ട്രാൻസിഷനിങ് ചെയ്ത് കഴിഞ്ഞ നിങ്ങൾ രണ്ടുപേരും ആണെങ്കിൽ ഇതിലിപ്പോ ഒരു ലീഡർഷിപ്പ് റോളിൽ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെ. ഇപ്പൊ നേരത്തെ US സ്റ്റേറ്റ് ബോർഡ് വെൽഫെയർ ബോർഡ് സ്റ്റേറ്റ് ബോർഡിന്റെ മെമ്പർ. വാട്ട് ഡു യു ഡു? ഞാനിപ്പോ നിലവിലെ സ്റ്റേറ്റ് ബോർഡാണ്. നേരത്തെ മെമ്പർ ആയിരുന്നു. 2024 എന്റെ കാലാവധി കഴിഞ്ഞു. ഇപ്പം അർജുൻ അതിന്റെ മെമ്പർ. ഇപ്പൊ സ്റ്റേറ്റ് ബോർഡ് ഫോർ ദിസ് കമ്മ്യൂണിറ്റി നമുക്ക് 2014 ഒരു പോളിസി വരുന്നത്. പോളിസി 2014-15 നമുക്ക് നെൽസ ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ നെൽസ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി കൊടുത്ത ഒരു പെറ്റീഷന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ് വ്യക്തികൾ അംഗീകരിക്കണമെന്നുള്ളൊരു ജഡ്ജ്മെന്റ് ഉണ്ടാകുന്നത്. അതിൽ തന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ ഈ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരുകൾ ശ്രദ്ധ കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ 2014 ആദ്യമായിട്ട് അപ്പൊ അതിന് ആദ്യമായിട്ട് ആക്ഷൻ എടുത്ത സംസ്ഥാനം കേരളമാണ്. അപ്പൊ കേരളത്തിൽ ഇവരില്ലാന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതൊരു റോഡ് സ്കെയിലിംഗ് മാപ്പിങ്ങിന് ഞങ്ങൾ ഡൽഹി പോയ സമയത്തായിരുന്നു. ഇവിടുന്ന് സോഷ്യലിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥർ വന്നിട്ടാണ് കേരളത്തിൽ അവരില്ല എന്ന് പറഞ്ഞത്. ഞങ്ങൾ ആ കൺസൾട്ടേഷനിലുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ളവർ ജീവിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് മറ്റ് സ്റ്റേറ്റുകളിൽ ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട് പോകുന്നത്. അപ്പോൾ മിനിസ്റ്റർ അന്ന് മുനീറായിരുന്നു, അദ്ദേഹമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം പറഞ്ഞു ഒരു എണ്ണം വേണമെന്ന്. അങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സർവേ നമ്മൾ ചെയ്യുന്നത്. ഈ സർവേ കമ്മ്യൂണിറ്റി തന്നെയാണ് സ്നോബോൾ ടെക്നിക് ഉപയോഗിച്ച് ചെയ്തത്. ബജറ്റ് അലൊക്കേഷൻ ചെയ്തതും ഗവൺമെന്റ് തന്നെയാണ്. സംഗമം എന്ന ഓർഗനൈസേഷനും SMFK എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. അതിന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. ഞങ്ങളായിരുന്നു ആ സർവേ പൂർത്തിയാക്കിയത്. അന്ന് 4000 പേരായിരുന്നു സർവേയിൽ പങ്കെടുത്തത്. ഇന്ത്യയിൽ 14-15 സമയത്ത്. കേരളത്തില് 25,000 അത് പിന്നീടുള്ള സർവേ കൂടി ചേർത്ത് അത് 4000 സംതിങ് ആയിരുന്നു. 14 ജില്ലകളിലും കൂടിയിട്ട്. അന്ന് ട്രാൻസ്മെൻസ് ആകെ 10 പേരുണ്ടായിരുന്നുള്ളൂ. ട്രാൻസ്മെൻസ് ആയിരുന്നു കൂടുതൽ. ആ സർവേ വന്നതിന് ശേഷമാണ് അത് 100 ക്വസ്റ്റ്യനുള്ള ഒരു സർവേ ആയിരുന്നു. ഈ 100 ക്വസ്റ്റ്യനുള്ള സർവേ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് 60% 60% പേര് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആണ്. സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവുന്നു, ഹൗസ് ഹറാസ്മെന്റ്, പബ്ലിക് ഹറാസ്മെന്റ്, ഇതിന്റെയൊക്കെ ശതമാനം കണക്കാവുമ്പോഴാണ് സ്റ്റേറ്റിന് മനസ്സിലാവുന്നത് ഇതാണ്. നമ്മൾ പോളിസി ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. പോളിസി ഡ്രാഫ്റ്റ് ചെയ്യുന്നു, പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത് പുതിയ ഗവൺമെന്റാണ്. പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് കുറച്ചുകൂടിയും ഈ ലൈഫിന് മാറുന്നത് കമ്മ്യൂണിറ്റിയുടെ. അത് അപ്പൊ ആ ഗവൺമെന്റ് ആണ് ബജറ്റ് അലൊക്കേഷൻ ചെയ്യുന്നത്. 3 കോർ. ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തിലാണ് കേരളത്തിലും ഈ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് കുറെ വിസിബിലിറ്റി കിട്ടിയത്. പോളിസി വന്നതിന് ശേഷമാണ്. ഇപ്പൊ പറയുന്നത് വെച്ചാലും കുറെ പേര് മൈഗ്രേറ്റഡ്, ഇവിടുത്തെ സാഹചര്യം ഇല്ലായിരുന്നു.
ഇപ്പൊ ഈ പറയുന്ന പോലെ മെട്രോപൊളിറ്റൻ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹി അങ്ങനെ അടുത്താണ് പൊതുവെ ആൾക്കാർ പോകാറുള്ളത്. ഇപ്പൊ പോളിസി വന്നപ്പോഴത്തേക്ക് ഒരു ലീഗൽ റെക്കഗ്നൈസേഷൻ, ഒരു സുരക്ഷിത ധൈര്യം. യെസ്. അപ്പൊ നമുക്ക് ആ വെൽഫെയർ കാര്യങ്ങളൊക്കെ വരില്ലോ. അങ്ങനെ ഇതിലാണ് പലപ്പോഴും ആൾക്കാർ മൈഗ്രേറ്റഡ് ആയിട്ട്. ഇപ്പോഴാണെങ്കിലും അന്ന് മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ ആൾക്കാരും പല മനുഷ്യരും അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ളവരും ഉണ്ട്. ഞാൻ ഇപ്പം 2016 ഞാൻ രഞ്ജിനി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനും ഒരു ട്രാൻസ് ആക്ടിവിസ്റ്റും ബോർഡ് മെമ്പേഴ്സ് ആയിരുന്നു, സ്റ്റേറ്റ് ബോർഡ് മെമ്പേഴ്സ്. അപ്പം ജോൺ ബ്രിട്ടാസിന്റെ ഷോയില് നമ്മൾ ഇരിക്കുന്നു. അപ്പൊ ബ്രിട്ടാസ് ഷോയില് നമ്മൾ ഇരുന്നിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ ഷോയില് 2 മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പൊ രഞ്ജിനി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ആണ് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. അപ്പം ഞാൻ പേര് പറഞ്ഞ പ്രശ്നം. അപ്പൊ നമ്മള് അവര് ഇൻഡസ്ട്രിയിലാണ് ശരിക്കും, പക്ഷെ സ്റ്റേറ്റിലേക്ക് മാറ്റം കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ മറ്റാളുകളാണ്, മറ്റ് ആക്ടിവിസ്റ്റുകൾ. അത് 14 ജില്ലകളിലുള്ള ആളുകൾക്ക് അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിലൊരു പബ്ലിക് ഒരു മീഡിയ എക്സ്പോഷർ ഡെഫിനറ്റ്ലി. കാരണം ഇപ്പം നമ്മൾ സ്റ്റേറ്റ് ആദ്യമായിട്ട് ഒരു ജസ്റ്റിസ് ബോർഡ് രൂപീകരിക്കുന്നു. ആ ബോർഡിൽ അംഗമായിരുന്നു സൂര്യ, ഞാനും, പിന്നെ ട്രാൻസ്മെൻ ആയിട്ടുള്ള ഇബി സോനു, പിന്നെ ഇന്റർസെക്സ് ആയിട്ടുള്ള ആനന്ദ്. ഞങ്ങൾ 4 പേരായിരുന്നു. മന്ത്രി ശൈല ടീച്ചർ ആയിരുന്നു അതിന്റെ ചെയർപേഴ്സൺ. പിന്നെ ഡിസ്ട്രിക്ട് ബോർഡുകളും ആയിരുന്നു. 2018 ആദ്യമായിട്ട് പ്രോജക്റ്റ് വരുന്നത്. ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് റെയിൻബോ മഴവിൽ പദ്ധതി. ഈ പദ്ധതിയിലാണ് നമുക്ക് സർജറിക്കുള്ള ഫണ്ട്, സ്വയം തൊഴിലുള്ള ഫണ്ട്, സ്കോളർഷിപ്പ്, ഡെഫിനറ്റ്ലി എല്ലാ ബെനിഫിറ്റ്സും ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് വന്നത്. ഈവൻ കമ്മ്യൂണിറ്റി വളരെയധികം വിസിബിലിറ്റിയും വളരെയധികം എക്സ്പ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ പോലും അത് വന്നിട്ടില്ല. ഈവൻ നമുക്ക് തമിഴ്നാട് എടുക്കാം, കർണാടക എടുക്കാം, ഹൈദരാബാദ് എടുക്കാം, ഡൽഹി എടുക്കാം, ബോംബെ എടുക്കാം, ഇവിടെയൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. ഐ തിങ്ക് കേരള പോളിസിന്റെ ഡ്രാഫ്റ്റാണ് ശരിക്കും അവർ കോപ്പി ചെയ്തിരിക്കുന്നത്. ആസാമിലാണ് പോളിസി വന്നിട്ടുള്ളത്. ദെൻ റിസർവേഷൻ വന്നത് കേരളത്തിലാണ് 2% കോളേജുകളിൽ. അതിൽ തന്നെ ഒത്തിരി പേര് പഠിക്കുന്നു. സർജറി തന്നെ ഒത്തിരി ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്നു, അതിനുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ് വ്യക്തികളുടെ ജീവിതവും, അവരുടെ ജീവിതം മാത്രമല്ല സോഷ്യൽ ലൈഫും ഫാമിലി ലൈഫും എൻറ്റയർ അവരുടെ സാമൂഹ്യ ജീവിതം വളരെയധികം മെച്ചപ്പെട്ട രീതിയിലാണ് മുമ്പിൽ നിൽക്കുന്നത്. അതിന്റെ മുകളിലാണ് കല്ല് പോലെ ഈ ബില്ല് വന്നിരിക്കുന്നത്. ഈ അമൈൻമെന്റ്. ഓക്കെ, സോ നൗ ഇപ്പം നിങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു പാതയിൽ അല്ലേ, ഓഫ് കോഴ്സ് അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ സൈഡിൽ എപ്പോഴും ഉണ്ടാവും. എല്ലാ ജെൻഡേഴ്സിനും എല്ലാ കാര്യത്തിലും പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ട്. ഇതൊരു ഫൈറ്റ് ആണല്ലോ, ഇതൊരു പ്രൊട്ടസ്റ്റ് ആണ്. അപ്പം നമ്മളത് ചെയ്ത് മുന്നോട്ട് പോയി. ഇപ്പോൾ സ്ത്രീകൾക്ക് കിട്ടിയ ഒരു എംപവർമെന്റ് പോലെ തന്നെ നിങ്ങൾക്കും അത് എത്തണം. അപ്പം അതൊരു ഫൈറ്റ് ആണ്. പക്ഷെ അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ ബിൽ എന്ന് പറഞ്ഞ സാധനം വന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാനാണ് എനിക്ക് താല്പര്യം. ഞാൻ പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒരു ഡെപ്ത് ഫീൽ ചെയ്യില്ല. സോ നോ ദിസ് ട്രാൻസ്ജെൻഡർ ബിൽ എന്ന് പറയുന്നത് 2019 ഉണ്ടാക്കിയ ട്രാൻസ്ജെൻഡർ ലോയിൽ വരുത്തുന്ന അമെൻഡ്മെന്റ് ആണ് അല്ലേ. ഇത് മാർച്ച് 26 വന്നു, പാർലമെന്റ് പാസ് ചെയ്തു, പ്രസിഡന്റും ഒപ്പിട്ടു. ഇത് ഇതുവരെ ഫുള്ളി ഇംപ്ലിമെന്റ് ആയിട്ടില്ല, റൂൾ വരാൻ വെയിറ്റ് ചെയ്യാണ്. ഇംപ്ലിമെന്റേഷൻ ആയിട്ട് വന്നിട്ടില്ല, പക്ഷെ നിയമമായിട്ട് പാസ്. നമുക്ക് 2014 നെൽസ ജഡ്ജ്മെന്റ് വരുന്നത്. നെൽസയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് സെൽഫ് ഡിക്ലറേഷനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്വയം നിർണയാവകാശം. ഈ ഒരു ബിൽ 2014 നെൽസ പറയുന്ന സെൽഫ് ഡിക്ലറേഷൻ. 2016 സ്വകാര്യ ബില്ല് കൊടുന്ന് തിരിച്ചുശിവിയാണ് രാജ്യസഭയിൽ. അത് 47 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ശബ്ദ വോട്ടോട് കൂടി പാസ്സായ ഒരു ബില്ലാണത്. അത് തിരിച്ചുശിവ കൊടുന്ന ബില്ലിനെ കുറച്ചും കൂടിയും എംപാരിസ് ചെയ്ത് കുറച്ചുകൂടിയും ഡെവലപ്പ് ചെയ്തിട്ടാണ് 2019 പ്രൊട്ടക്ഷൻ ആക്ട് അവതരിപ്പിക്കുന്നത്. ഈ പ്രൊട്ടക്ഷൻ ആക്ട് അവതരിപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി കൺസൾട്ടേഷൻ ഇല്ലാതെയാണ്. അതിനാണ് നമ്മൾ പ്രൊട്ടസ്റ്റ് നടത്തിയത് 2019 തന്നെ. ഈ കൺസൾട്ടേഷൻ ഇല്ലാതെ നടത്തിയ ഈ പ്രൊട്ടക്ഷൻ ആക്ട് വീണ്ടും അതിന് അമെൻമെന്റ് ചെയ്തതും കമ്മ്യൂണിറ്റി കൺസൾട്ടേഷൻ ഇല്ലാതെയാണ്. അപ്പൊ അതാണ് ശരിക്കും ഇതിലെ പ്രശ്നം. അതിൽ മെയിൻ ആയിട്ടുള്ളത് സെൽഫ് ഡിക്ലറേഷൻ എടുത്തു കളഞ്ഞു. അപ്പൊ സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ജെൻഡർ സ്വന്തമായി ഐഡന്റിഫൈ ചെയ്യാമായിരുന്നു. അത് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. സ്വയം നിർണയാവകാശം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നാമത്തെ കാര്യം ഈ നൽസ വിധിയാണ് ലീഗലി ഒരു റെക്കഗ്നൈസേഷൻ തന്നത്. പിന്നീട് വന്ന് 2019 ശരിച്ചു പറഞ്ഞ ആക്ടാണ്. ആ സമയത്താണെങ്കിലും ഈ പറയുന്ന പോലെ നമുക്കുള്ള ഒരു പേഴ്സൺ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രൊട്ടക്ഷൻ പറയുന്നില്ല, റിസർവേഷൻ പറയുന്നില്ല, ഈവൻ സെക്ഷൽ ഫിസിക്കൽ അബ്യൂസിന് വരെ 3 വർഷം വരെയാണ്. എന്ന് വെച്ചാൽ ഒരു നമുക്ക് ജസ്റ്റ് ഒന്ന് ലീഗലി ഒന്ന് പരിഗണിച്ചു. അത് ഒന്നുമില്ല 2019. ആ സമയത്ത് വന്ന ട്രാൻസ്ജെൻഡർ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിയമം വരുമ്പം എന്താണ് ട്രാൻസ്ജെൻഡർ അവിടെ ഡിഫൈൻ ചെയ്യേണ്ടി വരും. ആ സമയത്ത് 2019 പ്രകാരമാണെങ്കിൽ നൽസ വിധിയും
കോൺസ്റ്റിറ്റ്യൂഷനെ മാനിച്ചിട്ടുള്ളത് ട്രാൻസ്മെൻ എന്ന് വെച്ചാൽ സെൽഫായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇതിൽ ട്രാൻസ്മെൻ ഈ പറയുന്ന ജെൻഡർ ക്യൂർ, നോൺ ബൈനറി, മറ്റു മനുഷ്യരെല്ലാം ജെൻഡർ ഡൈവേഴ്സ് ആയിട്ടുള്ളവരെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഡെഫിനേഷൻ ഇല്ലാതാവുകയാണ്. ഇപ്പോഴത്തെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കൾച്ചറൽ ആയിട്ടുള്ള, എസ്പെഷ്യലി ഹിന്ദി ബേസ്ഡ്, ആ ഒരു നോർത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഹിജറ, കിന്നര അങ്ങനെയുള്ള കുറച്ച് കൾച്ചറൽ ഐഡന്റിറ്റീസിനെ മാത്രമേ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതോടൊപ്പം ഈ പറയുന്ന വേറെയും കൾച്ചറുണ്ട്, അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതോടൊപ്പം ഡെഫിനേഷൻ ഈ പറയുന്ന ഇന്റർസെക്സ് വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി എന്തൊക്കെയൊക്കെയോ ചെയ്ത് ട്രാൻസ്ജെൻഡർ വ്യക്തികളാക്കപ്പെട്ട മനുഷ്യരെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മാറ്റിയിട്ട് അവരുടെ കൺസെപ്റ്റിലുള്ള പ്രാചീനപരമായിട്ടുള്ള കുറെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നു എന്നാണ്. 80കളിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ലെവലുണ്ടായിരുന്ന ബെഗർ ആക്ടിൽ ഉണ്ടായിരുന്ന ക്രിമിനൽ ട്രൈബ് ആക്ടിൽ ഉണ്ടായിരുന്ന യുനക് എന്നുള്ള സംഭവം കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. യുണക്സ് ഉണ്ട് ഇതിൽ. അതാണ് ആക്ച്വലി ടെർമിനോളജി പോലും എന്ന് പറഞ്ഞാൽ ഇവരെ എവിടുന്ന് അഡോപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഇത്രയും ശാസ്ത്രം പുരോഗമിച്ചു, ആരോഗ്യരംഗം പുരോഗമിച്ചു, അവിടെ നമ്മൾ എങ്ങനെയാണ് ഈ പുരോഗമനമായിട്ട് നിൽക്കുമ്പോ എങ്ങനെയാ പിന്നിലോട്ട് പോകുന്നതെന്നാണ് ആശ്ചയിക്കുന്നത്. ഈ യൂണക്സ് എന്ന് പറയുന്നത് ഐ തിങ്ക് ഈ നപുംസകങ്ങൾ എന്നാണ് സംസ്കൃതമായിട്ടുള്ള. അതെ, പക്ഷെ ഐ തിങ്ക് ആ ഒരു ചില കമ്മ്യൂണിറ്റീസ് ഇപ്പോഴും അത് നോർത്ത് ഇന്ത്യയില് ഇല്ല, അത് അങ്ങനെ ഒരു പദമേ ഇല്ല. അത് അവര് നമുക്കുള്ള പദങ്ങൾ ഉണ്ടാക്കുന്നത് സിസ് മനുഷ്യരാണ്. അത് ആക്ച്വലി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. ആക്ച്വലി ഈ ഒരു ടെർമിനോളജി യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ് കോർട്ട് ഓർഡർ വരെ ഉണ്ട് പല സ്റ്റേറ്റിലും. പക്ഷെ ശരിക്കും പറഞ്ഞ സെൻട്രൽ എന്നിട്ട് ഈ പഴയ വെസ്റ്റേൺ ആയിട്ടുള്ള കാര്യം എടുത്തുകൊണ്ട് പറയാന്ന് പറഞ്ഞാല് ക്രിമിനൽസ് ആക്കുക. ഈ നിയമം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ട്രാൻസ്ജെക്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതല്ല, ട്രാൻസ്ജെക്റ്റുകളെ മാറ്റിയിട്ട് അവരെ ക്രിമിനലൈസ് ചെയ്യുക, പഴയ ട്രൈബൽ ആക്ടിലേക്ക് തിരിച്ചു പോകുന്നത് തന്നെയാണ് ഇൻ റിയാലിറ്റി നടന്നിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞ എനിക്ക് തോന്നുന്നു ഇത് ട്രാൻസ്ജെക്റ്റുകളെ മാത്രം ബാധിക്കുന്ന കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഏതൊരു സിറ്റിസണിലെ ആണെങ്കിലും അവരുടെ ആ ഒരു ബോഡി ഓട്ടോണമി ആണെങ്കിലും ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ അട്ടിമറിക്കപ്പെടും. ബേസിക്കലി ഈ പുതിയ ബില്ലിൽ പറയുന്നത് മെഡിക്കൽ ബോർഡ് മസ്റ്റ് എക്സാമിൻ ആൻഡ് റെക്കമെൻഡ് യുവർ കേസ്. നമ്മളൊരു മെഡിക്കൽ ബോർഡിന് മുമ്പിൽ നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് പ്രശ്നം. ഇപ്പം നമ്മള് ആധാർ കാർഡ് എടുക്കുന്നത് എപ്പോഴായിരിക്കാം? പ്രായപൂർത്തിയാവുമ്പോ, ചൈൽഡ്ഹുഡില്. ചൈൽഡ്ഹുഡ് ആണോ ആധാർ? നമ്മൾ ജനന സർട്ടിഫിക്കറ്റ് എടുക്കുന്ന പോലെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല എന്തായാലും. അപ്പൊ നമ്മൾ ഏത് ജെൻഡർ ആയിരിക്കും അടയാളപ്പെടുത്തുക? നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ദാറ്റ്സ് എ പ്രോബ്ലം. അപ്പം നമ്മളൊരു ട്രാൻസ്ജെൻഡറെ എങ്ങനെയാണ് ഇവര് വെരിഫൈ ചെയ്യുന്നത്? ഏത് സമയം? അതൊരു പ്രശ്നമാണ്. സോ ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ആർഗ്യുമെന്റ് ദേർ. അപ്പോൾ ദാറ്റ് പോയിന്റ് വിട്ടേക്ക്. അടുത്തത് ജെൻഡർ ചേഞ്ച് റൂൾസ് ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജെൻഡർ അഫേമിംഗ് സർജറി ചെയ്യുകയാണെങ്കിൽ അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യണം, പുതിയ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യണം, ഹോസ്പിറ്റൽസ് എല്ലാ സർജറീസും റിപ്പോർട്ട് ചെയ്യണം. ഇത് ഓൾറെഡി ചെയ്യുന്നുണ്ട് ഇവിടെ. ഇല്ല, അങ്ങനെയല്ല. ഇത് ഒന്നാമത്തെ കാര്യം, ഇപ്പഴത്തെ ഡെഫിനേഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ ആരും ട്രാൻസ്ജെൻഡർ അല്ല. അപ്പൊ ഈ പറയുന്ന ഈ കൾച്ചറൽ ഐഡന്റിറ്റീസിനെ ഇന്റർസെക്സ് വ്യക്തികളുടെ അംഗീകാരത്തിനെയാണ് ഈ പറയുന്ന മെഡിക്കൽ ബോർഡും കാര്യങ്ങളും പറയുന്നത്. ഇല്ലില്ല, ഞങ്ങളെന്ന് വെച്ചാൽ സ്വയം മനസ്സിലാക്കിയതാണ്. സോ അതിലെ ഇഷ്യൂസ് ഇന്റർസെക്സ് ബൈ ബർത്ത് അവർക്ക് ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ 67 ഉണ്ടെന്ന്. അതിൽ ഈ മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചാൽ മാത്രമായിട്ട് അതിൽ പറ്റുള്ളൂ. ആക്ച്വലി ഇവരുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. എസ്പെഷ്യലി ഈ പറയുന്ന ഈ കൾച്ചറൽ ഐഡന്റിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ ട്രാൻസ് മസ്കുലിൻ ആൾക്കാർ അവിടെ ഇല്ല. അതുപോലും എന്ന് പറഞ്ഞാൽ എല്ലാവരും കൾച്ചറിൽ നിൽക്കുന്ന വ്യക്തികളൊന്നും അല്ല. അപ്പം ട്രാൻസ്മെൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി അല്ലെങ്കിൽ നോൺ ബൈനറി ആൾക്കാരെ എൻറ്റയർലി ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. ട്രാൻസ് ഫെമിനൈൻ ആയിട്ടുള്ളവരെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കൾച്ചറിൽ നിൽക്കണം, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, കമ്മ്യൂണിറ്റി പോലെ മാത്രം. അവർക്കാണേലും ഇതാണ് പ്രശ്നം. എന്നുവെച്ചാൽ നമ്മളെ ജസ്റ്റ് ഇവര് ബോഡി പോകണം എന്നല്ല അതിൽ പറയുന്നത്. സോ ബേസിക്കലി ഈ പുതിയ ബില്ലിൽ ഡെഫിനിഷന്റെ മീനിങ് തന്നെ മാറ്റി കളഞ്ഞു, ട്രാൻസ്ജെൻഡറിനെ ഭയങ്കര നാരോ ആക്കി കളഞ്ഞു. നേരെ ആക്കുന്ന പ്രധാനപ്പെട്ട അടുത്ത ലൈനാണ്, അതായത് ആക്ടുകൾ, ആക്ടും ക്രിമിനലൈസ് ആക്കിയത്. ഒന്ന് പ്രൊട്ടക്ഷൻ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്, എന്നെ ഒരാള് വെർബലി, ഫിസിക്കലി, മെന്റലി റേപ്പ് ചെയ്താല്, കൊന്നാല് 2 വർഷം തടവും 10,000 രൂപ പിഴയാണ് പറഞ്ഞിരിക്കുന്നത്. 10,000 രൂപ. പുതിയ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആരെങ്കിലും വഴി ഇൻഫ്ലുവൻസ് ചെയ്താല്, അതായത് ഇപ്പൊ ഞാൻ കാരണം രഞ്ജിന് ട്രാൻസ് ആവുകയാണെങ്കിൽ എനിക്ക് 10 വർഷം തടവാണ്. ഇതിൽ ഞാൻ ജസ്റ്റ് ഇതിനെ കുറിച്ച് ശരിക്കും ബുൾഷിറ്റ് ആണ് ഈ നിയമം. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കുന്നു. ബിക്കോസ് ഇത് എഴുതി വെച്ച രീതിയും ഇതിന്റെ ഒരു ആക്ച്വൽ റിയാലിറ്റിയിൽ എന്ന് പറയുന്നത് ഈ
കൾച്ചറൽ കമ്മ്യൂണിറ്റീസിന് ഇതില് അല്ലാതെ term വേറെ ഒക്കെ ആർക്കും ഈ ടേം ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന ബുൾഷിറ്റാ. ഇതിൽ ഞാൻ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതോ അതുവഴി അവര് സർജറി ചെയ്യുകയോ ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യുകയോ ഡ്രസ് ചെയ്യുകയോ ഇപ്പൊ ഞാൻ ക്രോസ് ഡ്രസ് ചെയ്താൽ പോലെ അത് കുറ്റകരമാണ്. ഇത് ആക്ച്വലി ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മെഡിക്കൽ ബോർഡിന്റെ ഞാനൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകുന്നതായിരുന്നു. മെഡിക്കൽ ബോർഡിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും വി നീഡ് ടു സാറ്റിസ്ഫൈ ദം. ഞങ്ങളല്ല, ആ മെൻഷൻ ചെയ്ത മനുഷ്യരെ അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. അവർക്കത് ട്രാൻസ് ആയിട്ട് തോന്നിയില്ലെങ്കിൽ ദേ ഡോണ്ട് കൺസിഡർ ചെയ്യത്തില്ല. അപ്പൊ അതാണ് അതിന് ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. The control is not with you, it's with them. അങ്ങനെ ട്രാൻസ് കമ്മ്യൂണിറ്റിനെ അറിയുന്ന എത്ര പ്രൊഫഷണൽസ് ഉണ്ട് ഇവിടെ? മെഡിക്കൽ പ്രൊഫഷണൽസ് ആരുണ്ട്? സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഉണ്ടോ കൃത്യമായിട്ട്? അതൊരു മെഡിക്കൽ ബോർഡ്, മെഡിക്കൽ സൂപ്രണ്ട്, അതോടൊപ്പം ഡിസ്ട്രിക്ട് കളക്ടർ, മജിസ്ട്രേറ്റ് ആണ്. അപ്പം ഫുൾ അതോറിറ്റി കൊടുക്കുന്നത് ഈ പറയുന്ന ഈ ഗവൺമെന്റ് സ്റ്റേറ്റിനാണ്. അവർക്ക് തീരുമാനിക്കാം നിങ്ങളാണോ അല്ലയോ എന്ന്. യെസ്, എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ലീഗൽ പ്രൊഫഷൻ ഇല്ലാഞ്ഞിട്ട് പോലും പലപ്പോഴും നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇപ്പൊ ട്രാൻസ്മെൻ എന്ന് പറഞ്ഞാൽ ഉണ്ടോന്ന് പോലും ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ അത്രയും ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നിടത്ത് ഏത് മനുഷ്യരാണ് നമ്മളെ എങ്ങനെയാണ് ഇവർ അനലൈസ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ എന്ത് കണ്ടിട്ടാണ് ഇവർ നമ്മുടെ ഐഡന്റിറ്റി മനസ്സിലാക്കാൻ പോകുന്നത്? എനിക്ക് എന്നെ കുറിച്ച് അല്ലാതെ മറ്റൊരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാൻ ഇതാണെന്നുള്ളത്? അപ്പൊ അത് തന്നെ റദ്ദാക്കപ്പെടുക എന്നുള്ളതാണ്. പിന്നെ ഇതില് ഏറ്റവും ആളുകള് ഇതിനെ നിയമം വന്നപ്പോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറഞ്ഞത് ഇത് ഫേക്കുകളെ തിരിച്ചറിയാനുള്ളതാണെന്നാണ് പറഞ്ഞത്. ഇതിൽ ഏറ്റവും വന്നിരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലോ ഭയങ്കര ബ്രോഡ് ആയിരുന്നു, ഭയങ്കര വേഗ് ആയിരുന്നു. അതിന്റെ ബെനിഫിറ്റ്സ് ശരിക്കും ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ഈ ബെനിഫിറ്റ്സ് പോകണം. കുറെ മിസ്യൂസ് നടക്കുന്നുണ്ട് വെൽഫെയർ സ്കീംസ്. ഇതാണ് ഇവർക്ക് ഗവൺമെന്റ് ഇത് ലോ ചെയ്യാനുള്ള കാരണം. അതുപോലെ തന്നെ നിങ്ങളെ നമുക്ക് റിയാക്ഷൻസ്, പബ്ലിക് റിയാക്ഷൻസ് വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഇതാണ്. ഈ പബ്ലിക് റിയാക്ഷൻസിൽ ഏറ്റവും വരുന്ന ഫേക്സിന് അതെ, ഒന്ന് അങ്ങനെ ഉണ്ടോ? അല്ല, ഞാൻ പറയാം. ഇപ്പൊ ഞാനൊരു ട്രാൻസ് വുമൺ ആണ്, എനിക്ക് സ്ത്രീയുടെ അവകാശങ്ങൾ എടുക്കാനാണ് ഞാൻ ഫേക്ക് ആവണേന്നാണ് ഇതിൽ പറയുന്നത്. സ്ത്രീയുടെ എന്ത് അവകാശം? സ്ത്രീക്ക് എന്ത് അവകാശം ഉള്ളത്? ടോയ്ലറ്റ് കയറാൻ എനിക്ക് സ്വന്തമായിട്ട് എപ്പോഴും ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ വീട്ടിൽ ടോയ്ലറ്റ് ഉണ്ടല്ലോ. ഇത് എപ്പോഴും നമ്മുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും ടോയ്ലറ്റ് ആണ് ഇവർ പറയുന്നത്. നമ്മൾ ഇത്രയും ടോയ്ലറ്റിന് വേണ്ടി അലയുന്ന ആളുകളല്ല. ടോയ്ലറ്റ് is not what we are fighting for. അല്ല, ഇതിപ്പോ സ്ത്രീകളുടെ അവകാശം സ്ത്രീകളുടെ അവകാശം നിങ്ങൾ തട്ടിയെടുക്കുന്നു. ടോയ്ലറ്റ് കയറാനുള്ള അവകാശം ഇതാണ് ഇവര് പറയുന്നത്. വേറെ എന്താ അവകാശമുള്ള സ്ത്രീയുടെ? ഐ ഡോണ്ട് നോ. ബെനിഫിറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുരുഷന്മാരുടെ അവകാശം എടുത്താൽ പോരെ? കുറച്ചും കൂടി നല്ലത് പ്രിവിലേജ് ഉള്ള പുരുഷന്മാരുടെ അവകാശങ്ങൾ എടുത്താ പോരെ? എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി പെണ്ണാവുന്നത്? ആരെങ്കിലും ബൈ ചോയ്സ് ആവോ അല്ലെ? എസ്പെഷ്യലി സൊസൈറ്റിയിൽ, ഈ സമൂഹത്തിൽ. ഒന്ന്, ഇവിടെ ബെനിഫിറ്റുകളാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് എന്തൊക്കെ ബെനിഫിറ്റുകൾ എപ്പോഴാണ് കൊടുത്തിട്ടുള്ളത്? ഒരു സ്മൈൽ പദ്ധതി 2022 കൊണ്ടുവരുന്നത്. അതിനു മുമ്പേ കേരളത്തിൽ പദ്ധതി വന്നു 2018 റെയിൻബോ പ്രോജക്റ്റ്. ഇവർ ID കാർഡ് കൊടുക്കുന്നതും 2019 ശേഷമാണ്. പക്ഷെ അതിലേക്ക് പോലും ആളുകൾ എത്തിയിട്ടില്ല. ഈ ബെനിഫിറ്റിൽ പോലും ആളുകൾക്ക് എത്തിയിട്ടില്ല. ബെനിഫിറ്റുകൾ ആളുകൾ എത്തുമ്പോഴേക്കും ഇവരിത് ഫേക്ക് ആണെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? ബജറ്റ് അലോക്കേഷൻ 2023 ബജറ്റ് അലോക്കേഷൻ നടത്തുന്നത്. പക്ഷെ കേരളത്തിൽ ഓൾറെഡി ബജറ്റ് അലോക്കേഷൻ എല്ലാ വർഷവും നടത്തുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള എംപവറിംഗ് ഉണ്ടായിട്ടുണ്ട്. അത് എഡ്യൂക്കേഷൻ, എത്രയോ പേര് ഇവിടുത്തെ കോളേജുകളിൽ പഠിക്കുന്നു. ഇപ്പം സിനിമ ഇൻഡസ്ട്രി, എഴുത്തുകാരായിട്ട്, മീഡിയ ഇൻഡസ്ട്രി, അതുപോലെ തൊഴിൽ എത്ര ആളുകള്. ഇനി നമുക്ക് പുറകിലോട്ട് നമ്മൾ എങ്ങനെ പോവും? അർജുൻ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. എത്ര IT പ്രൊഫഷണൽസ് ഉണ്ട് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിന്ന്. അങ്ങനെ പല രീതിയിൽ കൾച്ചറലി ആണെങ്കിലും പല രീതിയിൽ. വാട്ട് ഹാപ്പൻസ് ഇപ്പൊ ഈ ബില്ല് ഓൾമോസ്റ്റ് അത് റിയാലിറ്റി ആയല്ലോ. അപ്പൊ എന്താണ് ഇത് നടക്കാൻ പോകുമ്പോ ഇനി മാസമായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, ഒന്നാമത്തെ കാര്യം ലീഗൽ റെക്കഗ്നൈസേഷൻ നഷ്ടപ്പെട്ടു. സോ ഒരു വിഭാഗം മനുഷ്യര് ഉണ്ട് പക്ഷെ ഇല്ലെന്ന് സ്റ്റേറ്റ് നടിക്കുന്നു. അപ്പൊ അവരെവിടെ പോകുമ്പോൾ അൺസേഫ് ആയിട്ടുള്ള മെത്തഡ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ജെൻഡർ അഫേമിംഗ് കെയർ, അതിലാണെങ്കിലും ഈ പറയുന്ന പോലെ ഇപ്പം നമ്മൾ ഈ നിയമം വന്നതിന് ശേഷം പലപ്പോഴും ഡോക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ഹോർമോൺ തെറാപ്പിയും സർജറി മറ്റു കാര്യങ്ങൾക്ക് വൈമുഖത കാണിക്കുന്നുണ്ട്. ക്ലാരിറ്റി ഇല്ല, അത് അവരെ എത്രത്തോളം അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് ഇപ്പം പലപ്പോഴും ആൾക്കാർ എൻ്റെ ആണെങ്കിലും പേഴ്സണൽ പ്രൊഫൈൽ വരും മരണത്തിലേക്കാണ് നീ പോകുന്നത്, മരണത്തിലേക്ക് ആ രീതിയിലാണ് ആൾക്കാർ. നമ്മൾ ജെൻഡർ അഫേമിംഗ് കെയർ പല മെഡിക്കൽ സർജറി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ്.
അത് ഞാൻ സാറ്റിസ്ഫൈഡ് ജീവിക്കാനാണ്, ആൾക്കാരുടെ എന്ന് പറഞ്ഞ് എന്തോ നശിച്ചു പോവുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു നിയമം പരിരക്ഷ വരാതിരിക്കുമ്പോൾ ഞാൻ അൺസേഫ് ആയിട്ടുള്ള മെഡിസിൻ എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് പകരം അൺസേഫ് ആയിട്ട് പോകേണ്ടി വരും. സ്റ്റേറ്റ് അംഗീകരിച്ചിട്ടല്ല പണ്ടൊന്നും ട്രാൻസ്വെക്തികൾ സർജറി ചെയ്തിരുന്നത്, സെൽഫായിട്ട് സർജറി ചെയ്തവരും പല ആൾക്കാരും ഉണ്ട്, ഈ പറഞ്ഞ അങ്ങനെയുള്ളിടത്തൊക്കെ ചെയ്തവരുണ്ട്. സോ അതിലേക്കും ആൾക്കാർ തിരിച്ചത് എന്ന് വെച്ചാൽ നമ്മൾ ഗ്ലോബലി എത്ര ആൾക്കാരായിരിക്കും നമ്മൾ ഇങ്ങനെ ഈ ഒരു ബില്ല് വന്നാൽ ഇത് ഐഡന്റിറ്റി നമ്മൾ ഈ മിസ്സായി പോകുന്നത്? എല്ലാവരും മോസ്റ്റ്ലി ഞാൻ പറഞ്ഞില്ല, ഈ ബില്ല് കൊണ്ട് ഒരു വ്യക്തികൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. എൻറ്റയർലി ഡിസ്മിസിങ് എന്ന് വെച്ചാൽ ട്രാൻസ്വെക്തിയിലെ ഒരു സിറ്റിസന്റെ ഒരു എൻറ്റയർലി ഉള്ള ഒരു അവകാശങ്ങൾ ഫുള്ള് റദ്ദാക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർജറി പല കാര്യങ്ങളും എന്തെങ്കിലും ജെൻഡർ അഫേമിംഗ് കെയർ അവൈൽ ചെയ്യുവാണെങ്കിൽ എടുക്കുവാണെങ്കിൽ അത് സ്റ്റേറ്റിനെ അറിയിക്കണം. എന്ന് വെച്ചാൽ ഡയറക്ട്ലി എൻ്റെ പേഷ്യൻ്റ് ഡോക്ടർ ആ ഒരു ഇതേ ഇല്ല, അത് ഡയറക്റ്റ്ലി സ്റ്റേറ്റിനെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും ഇപ്പം നമുക്ക് റീസെൻ്റ്ലി ആണെങ്കിൽ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വന്നാലൊക്കെ അതിനെതിരെ വരെ ആൾക്കാർ എസ്പെഷ്യലി കേരളത്തിലുള്ളവർക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഞാൻ അനുവദിക്കാതെ എൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് സ്റ്റേറ്റിന് കൈമാറണം എന്ന് പറയുമ്പം അത് എത്രത്തോളം അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് ആണെന്ന് നോക്കണം. അപ്പം ഈ ബില്ല് ഓരോ വാക്കും ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഫുള്ളി ഇപ്പം പറഞ്ഞത് ഫേക്ക് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ വെൽഫെയർ ഇതെടുക്കുന്നു. ഇത് ജസ്റ്റ് ഈവൻ രാജ്യസഭയിലും ലോകസഭയിലും ഇപ്പൊ നമ്മുടെ ഈ ബില്ല് അവതരിപ്പിച്ച സമയത്ത് അവരുടെ ഓപ്പോസിഷൻ കേട്ടില്ല. അതിലെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി വേറെ ബില്ലുകൾ പാസ്സാക്കുന്നത് കണ്ടിട്ടില്ല, ഇതിരുന്ന് കണ്ടപ്പോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ പാർലമെന്റ് നടക്കുന്നത് എന്ന് എനിക്ക് ആദ്യം. കാരണം എന്താ വെച്ചാൽ ഈ ബില്ലിനെ കുറിച്ച് സപ്പോർട്ട് എന്ന് വെച്ചാൽ ഈ ബില്ലിന് എഗനിസ്റ്റ് ആയിട്ട് സംസാരിച്ചു ഇന്ന സംസാരിച്ച അവർ ഫാക്ട് ബേസ്ഡ് ആണ് പറയുന്നത്. പക്ഷെ ഇവര് പറയുന്ന മിസ്യൂസ് ചെയ്യപ്പെട്ടു. ദേ ഡോണ്ട് ഹാവ് എനി ഡാറ്റ എന്ന് വെച്ചാൽ ഇത്രയും കുറച്ച് ഐ ഡി കാർഡുകളാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇത്രയും 3 കോടിയോ 10 കോടിയോ എല്ലാം ഇവൻ കേരളത്തിൽ അതിൽ കൂടുതൽ തന്നെ സ്പെൻഡ് ചെയ്തിരുന്നു ബഡ്ജറ്റ്. പക്ഷെ ഇവർക്ക് യാതൊരു ഡേറ്റ ഇല്ല. ഇവരുടെ അസംഷൻ ആണ് പറയുന്നത് വെച്ചാൽ ഇവരിങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നവരാണല്ലോ, ഇവരിങ്ങനെ ഇല്ല ആക്ച്വലി വെറുതെ ഉള്ള കാര്യങ്ങളെ. ഇപ്പൊ സർവേ നടന്നെന്ന് പറയുന്നു യൂണിയൻ മിനിസ്റ്റർ. ഇല്ല, സർവേ നടന്നിട്ടില്ല. 2 നമ്മളെ എന്തൊക്കെയോ വലിയ കേസുകളും സംഭവങ്ങളും കൊള്ളരുതാത്ത വരുന്നത്, അതിന് വല്ല എവിഡൻസ് വേണ്ടേ? കുട്ടികളെ തട്ടിക്കൊണ്ടെന്ന് പറഞ്ഞാൽ അതിന് എവിഡൻസ് വേണം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫേക്ക് കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ എവിഡൻസ് വേണം. ഇനി സർവീസുകൾ നമ്മൾ ഫേക്ക് ആയിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിന് എവിഡൻസ് വേണം. ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിന് എവിഡൻസ് വേണം. നിയമങ്ങൾ എപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ സ്ത്രീകളുടെ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട്, പലതും ഉണ്ട്. ഈവൻ എന്താണ് ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കുള്ള റിസർവേഷൻ മിസ്യൂസ് ചെയ്തതാണ്. അങ്ങനെ വരും. പക്ഷെ അത് പ്രൊട്ടക്ഷൻ വേണ്ട മനുഷ്യരെ ഡിസ്മിസ് ചെയ്തിട്ടല്ലല്ലോ ആ നിയമത്തിൽ അതേക്കൂട്ട് പരിഹരിക്കേണ്ടത്. അപ്പൊ ഇത് രാജ്യസഭയിലൊക്കെ ആണെങ്കിൽ പറഞ്ഞപ്പോ തന്നെ തിരിച്ചു പറയുന്നത് അവര് പിടിക്കുന്നത് ഹിന്ദുത്വ മനുസ്മൃതിയിൽ ഇന്നത് പറഞ്ഞു, രാമായണത്തിൽ ഇത് പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു സ്റ്റേറ്റ് വർക്ക് ചെയ്യേണ്ടത് രാമായണം നോക്കിയിട്ടല്ലല്ലോ. ഗ്ലോബലി ട്രാൻസ്ജെൻഡർ എന്താണ്, ട്രാൻസ്ജെൻഡർ ജെൻഡർ അഫേമിംഗ് കെയർ എന്താണ്, എങ്ങനെയാണെന്നെല്ലാം ഉണ്ട്. അത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. പക്ഷെ ഇവര് പറയുന്നത് രാമായണത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഈ രാജ്യസഭയിൽ സംസാരിച്ച എല്ലാ എംപിമാരും സംസാരിച്ചത് ദൈവത്തിന്റെ ഭാഗം വെച്ചിട്ടാ. അവര് രാമന്റെ ആളുകളാണ്, അവര് ശിഖണ്ഡികളാണ്, അവര് മഹാഭാരതത്തിൽ ഇന്ന ആളുകളാണ്, അവര് ദൈവങ്ങളാണ്. ജയാ ബച്ചൻ പറഞ്ഞത് എങ്ങനെയാണ്? നാളെ രാമനവമിയാണ്, ഈ ബില്ല് ഇന്ന് പാസ്സാക്കി നിങ്ങൾക്ക് അവരുടെ ശാപം കിട്ടും. ഒരു എംപിയുടെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു. പക്ഷെ അതുപോലും ഒരു ഹ്യൂമൻ ആയിട്ടല്ല സംസാരിക്കുന്നേ. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇന്ത്യയുടെ അവസ്ഥയാണ്. ഇപ്പൊ എന്ത് പറഞ്ഞാലും അതിലൊക്കെ എന്നുവെച്ചാൽ അവര് കരുതുന്നത് ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെങ്കിലും നിങ്ങൾ ഇവരെ ഒന്ന് ഇവര് ഒരേ വായി പറയും ട്രാൻസ് വ്യക്തികള് ഈ മനുഷ്യർ ദൈവത്തെ പോലാണ്, ഹിന്ദു മിത്തോളജിയിലൊക്കെ ഉള്ളവരാണ്. സെയിം ടൈമില് ചെയ്യുന്നത് അവർക്ക് എഗനിസ്റ്റ് ആണ്. അപ്പൊ ഒരു വായിൽ 2 വർത്താനം പറയുന്ന പോലെ. But how do you feel like as a citizen of this country? അല്ല, ഈ ഗോഡ്സിനെ നോക്കുകയാണെങ്കിൽ ഗോഡ്സ് എല്ലാം ഡൈവേഴ്സിറ്റി ഉള്ള ആളുകൾ. ഇപ്പം ശ്രീകൃഷ്ണനോ ശിവനോ എല്ലാ ഗോഡ്സൊക്കെ ജ്വല്ലറീസും എല്ലായിട്ടും വളരെ ഡൈവേഴ്സിറ്റി, വളരെ സെക്ഷലായിട്ട് ഒത്തിരി പാർട്ട്നേഴ്സ് ഉള്ള ആളുകള്, സെക്ഷൽ ഡിസയർ ഉള്ള ആളുകള് എല്ലാം. ശിവന്റെയും അയ്യപ്പന്റെ ഒക്കെ ഡെഫിനറ്റ്ലി അങ്ങനെ വളരെ പ്രൂഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ഇത്. അങ്ങനെ ഒരു കൾച്ചറാണ്. ഇവര് പ്രധാനമായിട്ടും പറയുന്നത് ഇത് കൾച്ചറിന് പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഈ എക്സ്പ്രഷൻ ഒരു സ്റ്റേറ്റിനും ഒരിക്കലും റൺ ചെയ്യാൻ പറ്റത്തില്ല മതത്തിന്റെ മുറുകെ പിടിച്ചിട്ടോ. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് ഇതിപ്പോ ട്രാൻസ്ജെൻഡർ ബിൽ ഇതിന്റെ മാത്രമല്ല, ഇതിനു മുമ്പ് സിറ്റിസൺ ഇതിലാണെങ്കിൽ പല മതത്തിന്റെ മാത്രം. അപ്പൊ ശരിക്കും ഒരു ഫിൽട്ടറിംഗ് സ്റ്റേറ്റ് ആണ് നടക്കുന്നത്. ഇന്ന ആൾക്കാരാണ് സിറ്റിസൺസ്, ഇന്ന ആൾക്കാർക്ക് ഇന്നതേ ഉള്ളൂ. ഇപ്പം റീസെന്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നത് ശബരിമല കേസിലാണെങ്കിലും ഒരു വെർഡിക്റ്റിന്റെ കാര്യം, ഇതിനു മുമ്പാണെങ്കിലും
ഇവര് ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതിയിലെങ്ങാണ്ട് പറഞ്ഞിരുന്നു ട്രാൻസ്ജെൻഡറിന്റെ ഡെഫിനേഷൻ വാസ്റ്റ് ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവര് ബില്ല് കൊണ്ടുവന്നു. സിമിലർ ആയിട്ട് ഇപ്പൊ ശബരിമലയുടെ കേസിന്റെ സമയത്ത് മൊറാലിറ്റിയുടെ ഒരു ഡെഫിനേഷൻ കോർട്ട് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് മൊറാലിറ്റി എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി സോഷ്യൽ മൊറാലിറ്റി എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിന് അങ്ങനെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഒരു ആദ്യം നമ്മൾ പഴയ പ്രാചീന കാലത്തിലേക്കല്ലല്ലോ പോകണം, നമ്മൾ ഡെവലപ്മെന്റ്. ഇപ്പൊ ഞാൻ എന്റെ കരിയർ വർക്ക് ചെയ്ത് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു, ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അത് സ്റ്റേറ്റിനാണ് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. എന്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുമ്പോൾ സ്റ്റേറ്റിനാണ് ആ ഇൻകം വട്ടവർ, ഞാനും ടാക്സ് പേ ചെയ്യുന്ന ഒരു സിറ്റിസൺ തന്നെയാണ്. പക്ഷെ സ്റ്റേറ്റ് എന്ത് എനിക്കറിയില്ല. സോ വാട്ട് ഹാപ്പൻസ് ഇതൊരു റൂൾ ആയി എന്ന് വിചാരിച്ചോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ലൈക്ക് വാട്ട് ഹാപ്പൻസ് ടു യുവർ? നമ്മൾ ഓൾറെഡി എല്ലാവരും വളരെ കുറേ പേരൊക്കെ പാനിക്കാണ്. അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അല്ല എന്നിട്ട് കമ്മ്യൂണിറ്റി ഓൾറെഡി പാനിക്കാണ്. അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് മെൻ്റൽ കെയർ സപ്പോർട്ട് കൊടുക്കുക, ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക. പക്ഷെ അതിനൊപ്പം തന്നെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാനുള്ള പണികൾ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഒരു കൺസൾട്ടേഷൻ പോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഗാദറിങ് ചെയ്തു, ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. നമ്മൾ ഒരു സ്റ്റേറ്റ് ലെവല് നമ്മൾ ആദ്യം ഒരു പ്രൊട്ടസ്റ്റ് രാജ്ഭവനിലേക്ക് ചെയ്തു, ഒരു മീഡിയ സെൻസിറ്റേഷൻ നടത്തി, ഒരു കൺസൾട്ടേഷൻ നടത്തി, മീഡിയ കൺസൾട്ടേഷൻ നടത്തി. പിന്നെ പല ജില്ലകളിലായിട്ട് പ്രൊട്ടസ്റ്റുകൾ നടന്നു വരുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലീഗൽ ആയിട്ടുള്ള മൂവിങ്ങിന് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഡിസ്കഷൻ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെയിം തന്നെ മറ്റ് സ്റ്റേറ്റുകളിലും ഒരു നാഷണൽ തരത്തിൽ തന്നെ ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചുമ്മാതിരിക്കത്തില്ല. ഇപ്പോൾ ഓൾറെഡി SCയിൽ സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ പോയിട്ടുണ്ട്, ഇനി കേരള ഹൈക്കോർട്ടിൽ പെറ്റീഷൻ പോയിട്ടുണ്ട്, കർണാടക ഹൈക്കോർട്ടിൽ പെറ്റീഷൻ പോയിട്ടുണ്ട്. ഇനി വാട്ടവർ ഇപ്പം കോർട്ടൊക്കെ ഇനി വെക്കേഷന് പോവാണെന്ന് അറിയുന്നു. ഐ തിങ്ക് ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഓൾവേസ് ജുഡീഷ്യറി ഇന്റർവീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ലെജിസ്ലേറ്റീവ് സിസ്റ്റം ഉണ്ടല്ലോ. ഇന്ത്യയുടെ മെക്കാനിസം എങ്ങനെയാണ്, മജോറിറ്റി പറയുന്നതിനനുസരിച്ച് എല്ലാം പാസ്സാക്കപ്പെടുന്നു. പക്ഷെ അവിടെ മൈനോറിറ്റിയുടെ അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പം സ്കേറി ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്ത ഈ ആക്ട് വന്നേക്കുന്നത്, ട്രാൻസ്ജെൻഡർ ആക്ട് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യനെ ട്രാൻസ്ശക്തികളുടെ ഇഷ്യൂസ് മാത്രം ഇന്ത്യനെ ഭയങ്കര ബാക്ക്വേർഡ് അടിച്ചേക്കുവാണ്. ഗ്ലോബൽ രാജ്യങ്ങളിൽ തന്നെ പല കാര്യത്തിലും ഇത് പറയില്ല, സ്കെയിലുകൾ പറയുന്നത് അപലപിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. എല്ലാവരും ഇതെന്ന് പറഞ്ഞാലും ബുദ്ധിയുള്ള ഒരു മനുഷ്യർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയത്തില്ല. സത്യം പറയാലോ, ഇവര് ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് ഇത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ പേഴ്സണലി ഇപ്പം ട്രംപ് എങ്ങനെയാണോ ഒരു 2 ജെൻഡറേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ അതിന്റെ ഒരു ബാക്കി തന്നെയാണ് മോദിയും ചെയ്തിരിക്കുന്നതെന്നാണ്. വലതുപക്ഷ ചിന്താഗതി രീതിയിലുള്ളതാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് നേരെ വന്ന നാളെ നിങ്ങൾക്ക് നേരെ ആയിരിക്കും. നമ്മളൊന്ന് മനസ്സിലാക്കില്ല, ആഫ്റ്റർ 2014 ശേഷം 2014 ശേഷം പുതിയ സ്റ്റേറ്റ് നാഷണലില് ഇങ്ങനെ ഒരു മാറ്റം, അത് മുസ്ലിമുകൾക്ക് നേരെ, ക്രിസ്ത്യാനികൾക്ക് നേരെ, മറ്റ് വനറബിൾ ആയിട്ടുള്ള എല്ലാ മാർജിനലൈസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾക്ക് നേരെയും നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ട്, പോളിസീസ് മേക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെയും അത് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഫിലിം ഫ്രറ്റേണിറ്റിക്കിടയിൽ ഇപ്പം നമ്മളൊരു സിനിമയുടെ പേരിടാൻ പോലും ഭയക്കുന്ന ഒരു കാലം, സിനിമ പിടിക്കാൻ പോലും ഭയക്കുന്ന ഒരു കാലം, എഴുത്തുകാർ എത്രയോ പേര് കൊല്ലപ്പെട്ടു, സാഹിത്യകാരന്മാർ എത്രയോ പേര് നശിപ്പിക്കപ്പെട്ടു. മാത്രമല്ല നമ്മുടെ പാഠപുസ്തകങ്ങൾ, ടെക്സ്റ്റുകൾ, കൾച്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ തന്നെ ഡിസൈൻ ചെയ്യുന്നതും അങ്ങനെ വളരെ എല്ലാത്തിലും അതിലൊരു ഭയങ്കര നാരറ്റീവ് ചേഞ്ച് വന്നിട്ടുണ്ട്. സോ ഇപ്പം ഇന്ത്യയില് ഈ ഒരു നിങ്ങളിപ്പം കുറെ വർഷമായിട്ട് നിങ്ങൾ ഇതിൽ ഫുള്ളി ഇൻവോൾവ് ആണല്ലോ വെൻ ഇറ്റ് കംസ് ടു എന്താ പറയാ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ തന്നെ ക്വിയർ ഗ്രൂപ്പിലെ കുറെ പേര് അതിൽ ഇൻവോൾവ് അല്ല. അത് ആദ്യം തന്നെ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്നും റിമൂവ്ഡ് ആണ്. പക്ഷേ ഈ ബില്ലും കൂടെ വരുമ്പം കുറെ കൂടെ പേര് പോയി അല്ലേ. ഫൈനലി ഇവരുടെ ഉദ്ദേശം എന്താണ്? ഈ ബില്ലിൽ ആരൊക്കെയാണ് ശരിക്കും ട്രാൻസ്ജെൻഡർ എന്ന് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഓൺലി ഹിജ്റ? എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യന്മാരായിട്ട് എടുക്കണമെന്ന് കരുതുന്നില്ല. അവരുടെ ഐഡിയോളജിയിലുള്ള പ്രാചീന കാലത്തെ ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ഈ പറഞ്ഞ അവരുടെ ഹിന്ദു മിത്തോളജിയിൽ ഉണ്ടായിരുന്ന കുറച്ച് മനുഷ്യരെ അംഗീകരിക്കുക. അതുപോലും അംഗീകരിച്ചെന്ന് പറയാൻ പറ്റില്ല. ഈവൻ ഈ ആക്ട് വന്നതിന് ശേഷം ഈ പറഞ്ഞ ഹിജറ കിന്നറകൾ എല്ലാവരും തന്നെ ഇതിന് അഗനിസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. കാരണം ഡിഗ്നിറ്റിയോട്, ആത്മാഭിമാനത്തോടെ ഒരു വ്യക്തിക്കും ട്രാൻസ്ജെൻഡർ രീതിയിൽ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റും. ഈ പുതിയ ഡെഫിനേഷൻ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ ഒരു അവർ നിങ്ങളുടെയൊക്കെ ഐഡന്റിറ്റിനെ ചോദ്യം ചെയ്യല്ലേ ഇതിൽ നമ്മുടെ ലൈഫിൽ. ഐ കാണ്ട് ഇമാജിൻ ഞാനൊരു സ്ത്രീ ആണോ എന്ന് എന്നോട് ചോദ്യം ചെയ്യുമ്പോൾ ഞാനത് പ്രൂവ് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ.
നിങ്ങളൊരു പുരുഷനാണോ എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ അത് തന്നെയല്ലേ Yeah, yeah. അല്ലെ? ഒരു മനുഷ്യനോട് അവരാരാണ് എന്ന് MP രേണുക ചൗധരി അതാണ് ചോദിച്ചത്. നിങ്ങൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും മെഡിക്കൽ ബോർഡിന് മുമ്പിൽ നിങ്ങൾ തുണി അഴിച്ച് കാണിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് പ്രൂവ് ചെയ്ത് കാണിക്കുമോ എങ്ങനെ എന്നുള്ളതാണ് പ്രൂവ് ചോദ്യം. ചെയ്യാനാ? എനിക്കറിയില്ല. എങ്ങനെ പ്രൂവ് ചെയ്യാനാ? ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാണ്ട്, ഇപ്പം കുറേ പേര് നിങ്ങളുടെ ഒരു കംഫർട്ടിന് വേണ്ടി, എസ്പെഷ്യലി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ, ഇപ്പം നേരത്തെ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് ബയോളജിക്കലി ഇങ്ങനെയായി ആ ഒരു ഇതുണ്ടോ, ഫ്രം വുമൺ ടു മാൻ ടു വുമൺ എന്ന് പറഞ്ഞൊരു കോൺവെർസേഷൻ തന്നെ തെറ്റാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഇപ്പൊ എല്ലാവരും സർജറി ചെയ്യണമെന്നില്ലല്ലോ. Yeah, yes, exactly. Then how do you prove it? അല്ല, ഒന്ന് നമ്മൾ ബേസിക്കലി ഒരു ഹ്യൂമൻ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ആ മെയിൽ ബോക്സ് ഫീമെയിൽ ബോക്സിനാണ് മാത്രം ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനപ്പുറം ഏതൊക്കെ രീതിയിലാണ് അതിന്റെ ചേഞ്ച് വരുന്നത്. ഇപ്പം ഒരു അവതാരകയുടെ നോർമലി ഉള്ള ഒരു വോയിസ് അല്ല ചിലപ്പോൾ രഞ്ജിനിക്ക് ഉള്ളത്. രഞ്ജിനിക്ക് ഈ വോയിസ് കൊണ്ടാണ് രഞ്ജിനി ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ആയിട്ടുള്ളത്. എൻറ്റയർ ആങ്കറിങ് കമ്മ്യൂണിറ്റിനെയൊക്കെ മാറ്റിയിട്ടുള്ളത് രഞ്ജിനിയുടെ ഒരു കാലിബറാണ്. ആ വോയിസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് രഞ്ജിനിയുടെ ആ ഹാർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ മാസ്കുലിൻ ആയിട്ടുള്ള, വളരെ ഇതായിട്ടുള്ള വോയിസ് അവിടെ. ഡെഫിനറ്റ്ലി അതുകൊണ്ട് മാത്രമാണ് രഞ്ജിനിയുടെ ആറ്റിറ്റ്യൂഡ് ഓൾസോ അങ്ങനെയാണ്. ഒരു ഫെമിനൈൻ ആറ്റിറ്റ്യൂഡ് അല്ല, അതിനപ്പുറമുള്ള വളരെ പവർഫുൾ ആയിട്ട്. ഡെഫിനറ്റ്ലി രഞ്ജിനി ക്യൂർ ആണെന്ന് എല്ലാവരും പറയുന്നത്. യു ആർ ക്യൂർ അല്ലേ ഓൾസോ. അപ്പം ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒരു വുമൺ ഇങ്ങനെ ആയിരിക്കണം, ഒരു മെൻ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഈ ഹെട്രോ നോർമറ്റീവ് നരേറ്റീവിൽ നിന്നുകൊണ്ട് വേറെ ആരെങ്കിലുമൊക്കെ ചാടുന്നവോ അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നവോ അവരെ ഒന്നും ഇവർ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അത് സ്റ്റേറ്റിലെ ഇത്രയും പ്രധാനപ്പെട്ട സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രിയിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾക്ക് പോലും അതിനെക്കുറിച്ചുള്ള നോളജ് ഇല്ല, അവയർനെസ് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗ ടു ട്രംപ് ഡിസൈൻ ആ മൊറാലിറ്റീനെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ശരിക്കും ശ്രമിക്കുന്നത്. ഇപ്പം ട്രാൻസ് ആക്ടിന് ശേഷം ഇപ്പം അർജുൻ പറഞ്ഞ പോലെ ഇപ്പോൾ ശബരിമല വേർഡിക്റ്റിൽ സോഷ്യൽ മൊറാലിറ്റിയിൽ ചോദ്യം ചെയ്തതിൽ 377 കുറിച്ചാണ്. അപ്പോൾ 377 ഓൾറെഡി സ്ക്രാപ്പ് ചെയ്യുന്നത് 2018 അപ്പോൾ അത് ഉഭയസമ്മർദ്ദ പ്രകാരം 2 വ്യക്തികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഈ സോഷ്യൽ കൾച്ചർ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഈ സൊസൈറ്റിയിൽ അതിനെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ട്. എങ്ങനെയാണ് ഈ വിവാഹങ്ങൾ നടക്കുന്നത്, എങ്ങനെയാണ് ഇവരെ കുടുംബവുമായിട്ട് ഒത്തുചേർക്കാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ ആണായാലും പെണ്ണായാലും മതി, നിങ്ങൾ ഞങ്ങളെപ്പോലെ ആണിനെയും പെണ്ണിനെയും സ്നേഹിച്ചാൽ മതി, നിങ്ങൾ ഞങ്ങളെപ്പോലെ റീപ്രൊഡക്ഷന് വേണ്ടി മാത്രം കുടുംബ ജീവിതത്തിൽ ജീവിച്ചാൽ മതി, അതിനപ്പുറമുള്ള ഒരാളുകളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു നരേറ്റീവ് തന്നെയാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ക്യൂർ മനുഷ്യരെ എൻറ്റയർലി ബാധിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ശബരിമല വേർഡിക്റ്റിൽ അത് തന്നെയാണ് ക്ലിയർലി അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ 377 മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബിഗിനിങ് അല്ലേ. ഓൾറെഡി പല നിയമങ്ങളും പല വിഭാഗം മനുഷ്യർക്കെതിരെ വരുന്നുണ്ട്. നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ല. എത്രത്തോളം നമ്മളെ എഫക്റ്റ് ആകുന്നു അതിനനുസരിച്ചാണല്ലോ. ഈവൻ തിരുവനന്തപുരത്ത് പ്രൊട്ടസ്റ്റ് നടത്തിയത് അത്രത്തോളം മാധ്യമ ശ്രദ്ധ കിട്ടിയില്ല. അപ്പം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ പറഞ്ഞ TPR ഇതിന് വേണ്ടി എന്താണ് മജോറിറ്റിക്ക് എപ്പോഴും ട്രാൻസ് വ്യക്തികളുടെ ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും അടിപിടി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എത്രത്തോളം മോശം എന്ന് വെച്ചാൽ സമൂഹത്തിലൊരു എസ്പെഷ്യലി വെർച്വൽ സ്പേസിൽ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെടാൻ വേണ്ടി തന്നെയുള്ള കുറേ ക്യാമ്പയിനൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞങ്ങളെക്കുറിച്ചാണെങ്കിൽ നാളെ ഇപ്പം ക്യൂർ വ്യക്തികൾക്കെതിരെ വന്നിട്ട്, ഇപ്പം ട്രാൻസ് ആയിരുന്നെങ്കിൽ ഇപ്പം LGBT എല്ലാ മനുഷ്യർക്കുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. നാളെ സ്ത്രീകളുടെ ബോഡി ലൈക്ക് ഒബ്വിയസ്ലി ഇപ്പോഴാണെങ്കിൽ പല നിയമങ്ങളെന്ന് പറഞ്ഞാൽ സ്ത്രീ ശരീരത്തിന്റെ ഫുള്ളി ഓട്ടോണമി സ്ത്രീകൾക്കുണ്ടോ ഇല്ല. അഫ്ഗാനിസ്ഥാനിലൊക്കെ സിമിലർ ശബരിമല വേടിക്കില് തന്നെ ജഡ്ജ് സംസാരിച്ചത് എങ്ങനെയാണ്, 3 ദിവസം മാത്രം മാറ്റി നിർത്തുന്നത്, 4ാമത്തെ ദിവസം എന്താ പ്രശ്നം ചോദിച്ചത്. അല്ല, ഇത് സ്റ്റേറ്റുകൾ ഇത് എന്ന് വെച്ചാൽ ഇവരുടെ കുറെ തെറ്റായിട്ടുള്ള ചിന്ത, എനിക്ക് മതവർ പിടിച്ച മനുഷ്യന്മാരുടെ കുറെ ചിന്താഗതി ഉണ്ടല്ലോ, അത് നിയമങ്ങളായിട്ട് ജനങ്ങൾ മൊത്തം അനുഭവിക്കണം എന്ന് പറഞ്ഞു വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് വരുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഫോർ ഷുവർ ഒത്തിരി വർഷം പോകത്തില്ല, വീണ്ടും ഈ മനുഷ്യർ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയൊക്കെ നശിപ്പിക്കൂ എന്നിട്ട് 2014 ശേഷം നമുക്കറിയാം സ്റ്റേറ്റിനോട്. So you're saying ഈ full സാധനത്തിന്റെ ഒരു one of the big reasons is the governance.
the national ഡെഫിനറ്റ്ലി ഈ governance. കൊളോണിയൽ വൽക്കരണം ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണ് ഇവിടെയുള്ള പാർശ്വവൽക്കൃത മനുഷ്യർ ജീവിച്ചിരുന്നത്, അവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, അട്രോസിറ്റീസ്, ഡിസ്ക്രിമിനേഷൻ എല്ലാം നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു ആശയത്തിലും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ദെൻ അതിലേക്ക് തിരിച്ചു പോവാണ് ശരിക്കും. അതുകൊണ്ടാണ് സെൻട്രലിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്യൂർ ആക്ടിവിസ്റ്റുകളാണ്, ട്രാൻസ് ആക്ടിവിസ്റ്റുകളാണ്, ദളിത് ആക്ടിവിസ്റ്റുകളാണ്, മുസ്ലിമുകളാണ്, സ്ത്രീകളാണ്, ഫിലിം ഫെർട്ടിനിറ്റിയാണ്, തിയേറ്റർ ഫെർട്ടിനിസ്റ്റാണ്, റീഡേഴ്സാണ്, മീഡിയ പേഴ്സൺസ് ആണ്. ഇവരെയൊക്കെ അടിച്ചമർത്തുകയാണ്. ഒന്ന് നിങ്ങൾ ശബ്ദമില്ലാതിരിക്കോ, ഞങ്ങളാണ് ഇവിടെ. ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ജെക്ടർക്ക് പത്മഭൂഷൺ പത്മശ്രീ എന്തോ കൊടുത്തിരുന്നു. ഇപ്പൊ എനിക്കറിയത്തില്ല, പലപ്പോഴും ഇവര് ഒരേ സമയത്ത് ഈവൻ മോദി വരെ PM വരെ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ജെക്ടികൾ. ഇപ്പൊ ഒരു MP ആയല്ലോ. അത് ക്യൂർ ആയിട്ടുള്ള തൃണമൂലിന്റെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവര് അംഗീകരിച്ചത് ഇങ്ങനെ പറയുകയും ചെയ്യും. സെയിം ടൈമിൽ ഇവരുടേതായിട്ടുള്ള ചില വാദങ്ങൾ കൊണ്ടുവന്നിട്ട് പുള്ളി ഈ മനുഷ്യന്മാരെ അതായത് ഞങ്ങൾ ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അതേസമയം ഇങ്ങനെയും ചെയ്യാം എന്നുള്ള രീതിയിൽ. ഇതിന് നിങ്ങളുടെ ഇപ്പം ഞാൻ നമുക്ക് ഒളിച്ചോടി പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇതൊരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന, വളരെ സർവൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഇപ്പം ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി യൂബറിൽ കയറി ഇങ്ങോട്ട് വരുന്നു. ആ യൂബർക്കാരൻ്റെ നോട്ടത്തെയോ ചോദ്യത്തെയോ ഇഗ്നോർ ചെയ്യാതെ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. ഇത് ഒരു സിസ്മെന്നോ സിസ് വുമണോ പോകുമ്പോൾ ചിലപ്പോൾ അനുഭവിച്ചു കൊള്ളണമെന്നില്ല. എവറി ഡേ ഇപ്പോഴും ഞാൻ യൂബറിൽ വരുമ്പോൾ അയാളുടെ നോട്ടവും സംസാരവും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഇവിടെ ഒന്ന് ഇറങ്ങുന്നത് നെവർ. അപ്പം എല്ലാ സമയത്തും നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല, എല്ലാ സമയത്തും നമുക്ക് അതിനെ ഇഗ്നോർ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. എന്താണ് ഏറ്റവും കോമൺ റിയാക്ഷൻ ഇപ്പോഴും? സ്കാനിങ് ആണ്. ഞാൻ റിപ്പോർട്ട് തരും. ഞാൻ പലപ്പോഴും നിങ്ങൾ റിപ്പോർട്ട് തരുമ്പോഴേക്ക് തരൂ, ഡെഫിനറ്റ്ലി നമ്മളത് ചോദ്യം ചെയ്യാറുണ്ട് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഒരു നോട്ടപ്പുള്ളിയാണല്ലോ. അപ്പൊ രഞ്ജിനി ആസ് എ നോട്ടപ്പുള്ളി, അതിന് ക്വസ്റ്റ്യനിങ് ചെയ്യും. ജാൻമ ഓൾസോ നോട്ടപ്പുള്ളിയാണ്. ഇപ്പോൾ ജാൻമേനെയൊക്കെ വളരെ ഈസി ആയിട്ടാണ് ആൾക്കാർ ബുള്ളി ചെയ്യുന്നത് സൈബർ സെല്ലില്, സൈബർ സ്പേസിൽ ഞങ്ങളെയൊക്കെ. അപ്പൊ എന്റെയൊക്കെ കമന്റ് ബോക്സ് എടുത്താല് ഒട്ടും അർജുൻ എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ട്രാൻസ്മെൻ എന്ന് അറിഞ്ഞാൽ തന്നെ അത് വേറെ രീതിയിലേക്കാ. അല്ല, ട്രാൻസ്മെൻ എന്ന് അറിയുന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാല് ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിയുന്നിടം വരെയുള്ള സ്വീകാര്യത എനിക്കുള്ളൂ. ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കര വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് സെക്ഷലി ഒരു ഒബ്ജക്റ്റ് ആയിട്ട്. ഇപ്പം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞല്ലോ സൈബർ സ്പേസിലൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പരസ്പരം കളിയാക്കാനും ടാഗ് ചെയ്യാൻ വേണ്ടി. അതെ, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഈ ട്രാൻസ് എന്ന് പറയുമ്പോൾ മീൻസ് സെക്ഷുവലി നിങ്ങളെ അങ്ങ് ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ട്രാൻസ് ജെൻഡർ എന്ന് പറഞ്ഞാൽ സെക്സിനോട് കൂടുതൽ കമ്പമുള്ള ആൾക്കാർ അല്ലേ? അതല്ലേ എല്ലാവരും? വളരെ സിമ്പിൾ ആയിട്ട് പറയാം, സ്ത്രീകൾ എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇറ്റ്സ് എ ബോഡി ഒബ്ജക്ടിഫിക്കേഷൻ. സ്ത്രീ ആ ഒബ്ജക്ടിഫിക്കേഷൻ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ രഞ്ജിനി വളരെ നല്ല സിനിമാ നടിയാണ്, രഞ്ജിനി നല്ല ബ്യൂട്ടിഫുൾ ബോഡി ഉണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ രഞ്ജിനിയുടെ ശരീരത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനേക്കാളും ഒരു സിനിമയിൽ അഭിനയിക്കാത്ത ഒരു സ്ത്രീയുടെ ശരീരം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ലോകം നിങ്ങൾക്കുള്ളതിനെക്കാട്ടും സബ്സ്ക്രിപ്ഷൻ ഇവിടെ വാങ്ങുന്ന സ്ത്രീകളുണ്ട്. എനിക്ക് സബ്സ്ക്രിപ്ഷനേ ഇല്ല. എനിക്ക് വല്ല സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ കാര്യം. ഞാൻ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ സെക്ഷലി ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് ഞാൻ കരുതുന്ന വെച്ചാൽ പൊതുവെ സ്ത്രീകളെ കരുതാൻ വേറെ ആംഗിളാണ്. സ്ത്രീകളെ കരുതുന്നതാണ് സെക്ഷലി വലിയ താല്പര്യം ഇല്ലാത്തവര്. ഇപ്പൊ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റൻഡർ ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, വളരെ അപൂർവം. അങ്ങനെ രീതി ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ട്രാൻസ്ജെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും ജെൻഡർ അഫോമിങ് കെയർ എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റിലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സെൽഫ് ഐഡന്റിഫിക്കേഷന്റെയോ സെൽഫ് സാറ്റിസ്ഫാക്ഷന്റെ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. പൊതുവേ ഓൾറെഡി അഫെമിനേറ്റ്, എനിക്ക് ഒരു സ്ത്രൈണതയുള്ള പുരുഷന്മാരെ അങ്ങ് പബ്ലിക് പ്രോപ്പർട്ടി പോലെയാണ്. ശീതലിന്റെ ഒക്കെ എനിക്കറിയില്ല, ഞാൻ ഇവൻ ഡെഡ് നെയിം പറഞ്ഞത് അത് വെച്ചിട്ടാണ് ആൾക്കാർ പറഞ്ഞു. ഇവൻ നാദ്രയുടെ ഞാൻ എല്ലാവരുടെയും കാണാറുണ്ട്. അപ്പം അത് എത്രത്തോളം മേ ബി ഒന്നുമില്ല, എന്ന് എല്ലാവരും പോയി തിരിച്ചു തെറി പറയാണ്ട് മറുപടി പറയാനും പറ്റത്തില്ല. പക്ഷെ അത് കാണുന്നു. ഇപ്പൊ എൻ്റെ പ്രൊഫൈലിൽ മെസ്സേജ് വരുമ്പോൾ എൻ്റെ ചേച്ചി അത് കാണാറുണ്ട്. അപ്പൊ അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ചോയ്സ് ഇല്ല.
അവർക്ക് ബുദ്ധിമുട്ടുണ്ട് ഒബ്വിയസ്ലി. ചിലതിലൊക്കെ ചേച്ചി പോയി കമന്റ് എന്ന് വെച്ചാല് എന്താണ് ഈ എഴുതുന്നത്? എഴുതുന്നവര് ഭയങ്കര മോശം. എന്തൊക്കെ പറഞ്ഞാലും എക്സസ് ക്രോമസോം ആണ്, എക്സ് ക്രോമസോം. എന്റെ ഇതെന്ന് പറഞ്ഞാല് ക്രോമസോം മാറ്റുക എന്നുള്ളതല്ല, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കണം എന്നുള്ളൂ. അത് ജീവിക്കണം. എനിക്ക് It's just about living happily, നമ്മൾ അല്ലേ? മറ്റൊരു മനുഷ്യനെ ബുദ്ധിമുട്ടുന്നില്ല. ഞാൻ എന്റെ കാശ് കൊടുത്ത് എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, ആരും എനിക്ക് കൊണ്ടുവന്ന് തരുന്നില്ല. മറ്റൊരു മനുഷ്യന് ഒരു ഉപദ്രവം ഉണ്ടാക്കാതെയാണ് അത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, അത് ബേസ് ഐഡിയാണ്. മറ്റു മനുഷ്യരെ സന്തോഷിക്കുന്ന കാണുമ്പോൾ എന്തിനാണ് എനിക്കറിയില്ല ഇവർക്ക് ചർച്ച. നമ്മുടെ സൊസൈറ്റിനെ ബോധവൽക്കരിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ഈ കാലത്ത് കൂടി അത് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് അവരെ പഠിപ്പിക്കാൻ അവയർനെസ് ചെയ്യണം നമുക്ക് സമയമില്ല. നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചാൽ മതി, അല്ലേ? അതെ. നിങ്ങൾ വേണമെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് എന്നാൽ പോലും നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി. ഇപ്പം How does it affect your mental health? Can I ഞാൻ ask പറഞ്ഞില്ലേ, that? നിങ്ങൾക്ക് അതിന് സമയമുണ്ടോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആക്ട് വന്നതിന് ശേഷം അതിക്രമങ്ങൾ ഒത്തിരി കൂടിയിട്ടുണ്ട്. കാരണം ചെറുതായിട്ടുള്ളെങ്കിൽ ഇപ്പം ഈ ആക്ടിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ശീതൾ ഓൾറെഡി ഇനിഷ്യലി മെൻഷൻ ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡർ ആക്കുന്ന എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ആക്കപ്പെടുന്ന മനുഷ്യന്മാർക്ക് ഈ പറഞ്ഞാൽ 10 വർഷം ടു ജീവപര്യന്തം കഠിന തടവാണ്. പിന്നെ 5 ലക്ഷം ടു അങ്ങനെ ഒരു പിഴയും പറഞ്ഞു, കഠിന തടവ്. പക്ഷേ ഈ ട്രാൻസ്ജെൻഡർക്കെതിരെ നടക്കുന്ന സെക്ഷൽ മറ്റ് അബ്യൂസുകൾക്ക് 3 വർഷം വരെയൊക്കെ പറയുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഓർത്ത് നോക്കുക, ഒരു വൈരുദ്ധ്യമാണ്. അപ്പൊ അത്ര അങ്ങനെ വരുമ്പോഴത്തേക്ക് എത്ര ഓൾറെഡി ട്രാൻസ്ജെൻഡറിൽ നിന്ന് ഞങ്ങളെല്ലാം ഒഴിവാക്കപ്പെട്ടു, ഇവരൊക്കെ ട്രാൻസ് അല്ല, ഫേക്ക് ആയിട്ടുള്ള മനുഷ്യരാണ്. അപ്പം പബ്ലിക് എനിക്ക് അറിയത്തില്ല ഇപ്പൊ ശീതളിന് നേടുന്ന ആ ഒരു നോട്ടവും കാര്യങ്ങളും ഉണ്ടോ. ഞാൻ ഒത്തിരി സീനിയർ ആയിട്ടുള്ള ട്രാൻസ് വ്യക്തികളെയും പഴയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം സർജറി മറ്റു കാര്യങ്ങളുള്ള സാഹചര്യം ഇല്ലായിരുന്നു, അത്ര അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. ഇപ്പോൾ ഉള്ളവർക്ക് പിന്നെ ഈ പറയുന്ന സിസ് സ്ത്രീകളുടെ പൂർണ്ണ പുരുഷൻ എന്നിലേക്കൊക്കെ ഫിറ്റ് ആകാൻ പറ്റുന്നുണ്ടായിരിക്കാം. പക്ഷെ ശരിക്കും പറഞ്ഞ പല ട്രാൻസ് വ്യക്തികൾക്കും പബ്ലിക്കലി മെട്രോ ആക്സസ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, ഒരു മാളിൽ പോകാൻ പറ്റാത്തവരുണ്ട്. അവരുടേതായിട്ടുള്ള സർക്കിൾ ഒന്നുമില്ല, എല്ലാത്തിനും ഒബ്വിയസ്ലി ഉണ്ട്. ഇപ്പൊ ഈ നിയമം വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞ അറ്റാക്കുകൾ, ഫിസിക്കൽ അറ്റാക്കുകൾ നമ്മൾ എറണാകുളത്ത് ഇവിടെ ഒരു വലിയ ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണുന്ന പോലെ ആയിരിക്കില്ല കൊല്ലത്തോ ഇടുക്കിയിലൊക്കെ പോയി കാണുന്നത്. അവിടെ എൻറ്റയർ സിസ്റ്റം നമ്മളെ ഇങ്ങനെ നോക്കും മാത്രമല്ല ഇവര് ചോദ്യങ്ങൾ ചോദിക്കും. ട്രാൻസ്മെൻസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർ ചോദിക്കും എന്തിനാ ഇങ്ങനെയൊരു ജീവിതം. ഡോക്ടേഴ്സ് അല്ല ഇവരുടെ കരിക്കുലത്തിൽ ഇല്ല. ഇവർക്ക് ഡബ്ല്യു പാത്ത് ഏതാന്ന് ചോദിച്ചാൽ ഇവര് മാനത്ത് നോക്കും. ട്രാൻസ് വ്യക്തികളുടെ ശരീരത്തെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ചും പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഡബ്ല്യു പാത്ത്, വേൾഡ് പ്രൊഫഷണൽ ട്രാൻസ്ജെൻഡർ ഹെൽത്ത്. അല്ല ഇപ്പൊ കൊണ്ടുവന്ന ഡെഫിനേഷൻ അവർ ഇവിടുന്ന് എടുത്തിട്ട് വന്നു. ഈ പറഞ്ഞ ട്രൈബൽ ആക്ടിന്ന് കുറച്ചെടുക്കുന്നു. ഇപ്പൊ ഗ്ലോബലി അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ടില്ല. എനിക്കറിയാം, ഐ ഡോണ്ട് നോ. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇപ്പൊ കടന്നു വന്ന് ഭയങ്കര മോശം ഫേസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഇത്ര നാളും ഫോക്കസ്ഡ് എന്റെ കരിയറും ഇതിനൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ റിസർവേഷനെ സൂചിപ്പിച്ചു. പക്ഷെ കേരളത്തിൽ റിസർവേഷൻ ഇല്ല, പക്ഷെ അനുകൂലമായിട്ടുള്ള ഹൈക്കോടതിന് ഓർഡർ വന്നിരുന്നു. അപ്പം പല സ്റ്റേറ്റുകളും ഈവൻ കേരളമൊക്കെ ആണെങ്കിലും ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യുക, എങ്ങനെ ഇവരെ സംരക്ഷിക്കുക, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ എന്നത് ബിഗിനിങ് സ്റ്റേറ്റിലാണ്. അപ്പം അങ്ങനെ ചെയ്തു വരുന്നതിൻ്റെ ഇടയിലാണ് വീണ്ടും ബാക്ക്വേർഡ് അടിക്കും. നമ്മൾ ആദ്യം തൊട്ട് വീണ്ടും എത്രയോ വർഷങ്ങളുടെ ഇപ്പം അഡ്സാവിധി വന്നതാണെങ്കിലും 2009 ആക്ട് വന്നതാണെങ്കിലും എത്രയോ വർഷത്തെ ട്രാൻസ് വ്യക്തികളുടെയും ക്യൂർ മനുഷ്യരുടെ ഫൈറ്റിൻ്റെയും എത്രയോ മനുഷ്യരുടെ ജീവിതം കളഞ്ഞിരുന്നു വെച്ചാൽ അത് ബൈക്കടിക്കുകയാണ്. വീണ്ടും നമ്മൾ പഴകോട്ട് നമ്മളിതൊരു അതിജീവനായിട്ട് കാണുന്നത്. അതിൽ ഒറ്റയ്ക്കല്ല. ഇപ്പോൾ കശ്മീർ വളരെ മനോഹരമായിട്ടൊരു സ്ഥലമായിരുന്നു, വളരെ പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലമായിരുന്നു ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ. ആഫ്റ്റർ 2014 ശേഷം എങ്ങനെയാണ് കാശ്മീരിനെ നമ്മൾ കാണുന്നത്, എങ്ങനെയാണ് മുസ്ലിംസുകളെ നമ്മൾ വിചാരിക്കും. ചില എം പിമാരൊക്കെ ഇവരിവിടുന്ന് ഷാരൂഖ് ഖാൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ വിചാരിക്കും അതൊരു ആളുടെ വായിൽ നിന്ന് വന്നതാണ്. പക്ഷേ സ്റ്റേറ്റ് മൊത്തത്തിൽ അങ്ങനെ NRC വന്നു, പല കാര്യങ്ങളും പൗരത്വ ഭേദഗതി ബിൽ, ഇതൊക്കെ ശരിക്കും വളരെ വളരെ കണ്ടിന്യൂലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഈവൻ ഈ ശബരിമല ആക്റ്റാണ് ഇത് വേർഡിക്റ്റ് ആണെങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരുന്ന സംഭവങ്ങളാണ്. ശരിക്കും എങ്ങനെയാണ് അതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം പലതരം കമ്മ്യൂണിറ്റികൾ ഇവർ മാർജിനലൈസ് ആക്കിപ്പിക്കുന്നുണ്ട്, അവർ ഭീതിയിൽ നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊരു സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജിയുടെ പുറത്ത് നമ്മൾ ഭയന്ന് ജീവിക്കുകയല്ല ശരിക്കും വേണ്ടത്. നമ്മൾ അതിനെ ഓവർകം ചെയ്ത് കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകാം. ഭയമില്ല, ഡെഫിനറ്റ്ലി നമുക്ക് ഭയമില്ല. നമ്മളിതിനെ ഇവൻ കുറച്ച് ലൈക്ക് ഡിജക്റ്റഡ് ആണ്. ഇതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ട് ഒക്കെ ചില സമയത്ത് ഒബ്വിയസ്ലി ഈ ഒരു ഫേസ് ഫൈറ്റ് ചെയ്യും. എത്രയൊക്കെ ആണെങ്കിലും ഒരു ഇങ്ങനത്തെ ചിന്താഗതി ഏത് ഗ്ലോബലി കുറച്ച് നാളെയും ഇതിന് മാറ്റം ഉണ്ടാകും. ഒരിക്കലും ബേസ് ഇല്ലാത്ത കാര്യങ്ങൾ സക്സസ് ചെയ്യും ഞാൻ കരുതുന്നു. അപ്പൊ ഫൈറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ഒത്തിരി മനുഷ്യൻ ഇപ്പം ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ
സെൽഫ് വർക്ക് ചെയ്യേണ്ട സമയത്തേക്ക് എനിക്ക് വീണ്ടും ഈ സർക്കാരിന് നന്നാക്കാൻ പോകാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്ക് അതാണ് ഞാൻ പറയുന്നത്. ഞാൻ വിചാരിച്ചത് ചെറുപ്പകാലത്തിൽ ജീവിച്ച് ഇനി ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ, പക്ഷെ ഒരു 25 വയസ്സായപ്പോഴാണ് ഞാൻ എന്നെ റിയലൈസ് ചെയ്യുന്നത്, കൃത്യമായിട്ട് ബോധം മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഐഡന്റിറ്റീനെ എക്സ്പ്രസ് ചെയ്ത് ഈ നാട്ടിൽ ജീവിക്കാനായിട്ട് ഒരു 10 വർഷം കഴിഞ്ഞു. അത് ഈ ലെവലിൽ കൊണ്ടാക്കി എടുക്കാൻ എല്ലാവരും പിന്നീടാണ് എനിക്കൊന്ന് നന്നായിട്ട് സംസാരിക്കാനും സിനിമ ചെയ്യാനും നാടകം ചെയ്യാനും ഓക്കെ. ഡെഫിനറ്റ്ലി അങ്ങനെയൊക്കെ ചെയ്ത് വന്ന് ഒന്ന് സ്വാതന്ത്ര്യം അനുഭവിച്ച് വരുമ്പോഴേക്കും വീണ്ടും വേറൊരു കുഴിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇനി നമുക്ക് സമാധാനത്തോടു കൂടി എങ്ങനെയാണ് ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും സന്തോഷത്തോടു കൂടി. ഏറ്റവും സങ്കടം എന്താണ് ശീതളിന് ഇൻ യുവർ ലൈഫ്? വാട്ട് മേക്സ് യു വെരി സാഡ്? സങ്കടം അല്ല, നമ്മൾ തളരാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. എവറി പേഴ്സൺ ഏതെങ്കിലും തരത്തിലുള്ള ഇഗ്നോറൻസ് ഉണ്ടാവും, ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനെ തരണം ചെയ്യാനുള്ളൊരു കരുത്തുണ്ടാവണം എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള സങ്കടമുണ്ട്. കാരണം അമ്മ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം എനിക്ക് ആരുമില്ല, പപ്പയുമില്ല മമ്മിയുമില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് കമ്മ്യൂണിറ്റീസിൻ്റെയൊക്കെ കോള് വരുമ്പോൾ ഞാൻ ഫിയർ ആവാതെ അവരോട് സംസാരിക്കണം. ഒരു കമ്മ്യൂണിറ്റി കൗൺസിലർ എന്ന നിലയ്ക്ക് സംസാരിക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം, പേടിക്കരുത്, പാനിക് ആവരുത്. ഇപ്പോൾ അർജുനൊക്കെ എപ്പോഴും കോള് വരും, ട്രാൻസ്മെൻ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ കോള് വരും. കാരണം അവരൊക്കെ വീടിനുള്ളിലാണ്. അപ്പോൾ വീട്ടിൽ ഫാമിലി മെമ്പേഴ്സ് ഇവരോട് ഇതൊക്കെ ഇപ്പം നിയമം വന്നില്ലേ, ഇപ്പം എന്തായി, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കൂടുതൽ ഇഷ്യൂസ്. ഇതിനെ നമുക്ക് ഏതെങ്കിലും ഒരു മെഡിക്കലായിട്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് പോകാനായിട്ടുള്ള പ്രൊഫഷണൽസ് ഇല്ല, ഓപ്ഷൻസ് ഇല്ല. നമുക്ക് നല്ല ഗുഡ് കൗൺസിലേഴ്സ് ഇല്ല. അപ്പൊ അത് എനിക്ക് ആക്ച്വലി ശരിക്കും ഒരു പവർലെസ് ആയിട്ട് ഫീൽ ചെയ്ത് എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഒരു ഇത് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഹെൽപ്ലെസ് ആയിപ്പോന്ന് വെച്ചാൽ നമ്മൾ ഇത്ര അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു, നമുക്കെതിരെ കോർട്ടുകൾ നമ്മളെ ഇവര് വിചാരണ നേരിടുന്നു, നമുക്കൊന്നും ചെയ്യാൻ ഭയങ്കര പവർലെസ് ആയി. ഇൻഡിവിജ്വൽ പേഴ്സൺ എന്നുള്ള പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ എനിക്ക് അത് ഭയങ്കര ഭീതികരമായിട്ട് തോന്നി. കാരണം മജോറിറ്റി എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കപ്പെടുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്ന് കൂടെയുള്ളവരൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നു. ഇപ്പം എനിക്ക് ഫാമിലി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓരോ ദിവസവും ഓരോരുത്തരും നേരിടുന്ന ബുദ്ധിമുട്ട് കാണുമ്പം എനിക്ക് അത് കാണുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പവർലെസ് എന്നുള്ള ഇപ്പോൾ ട്രാൻസ്ജെക്റ്റുകളുടെ മാത്രമല്ല, പല കാര്യത്തിലാണെങ്കിലും പല മനുഷ്യരും ഭയങ്കര പവർലെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. മജോറിറ്റി അവരുടേതായിട്ടുള്ള ആ ഒരു അതോറിറ്റി എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കുന്നത് അതാണ് എനിക്ക്. എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? വാട്ട് ഈസ് യുവർ ഡ്രീം ഡിസയർ ഫോർ യു ശീതൽ? ഇൻഡിവിജ്വൽ ആവാം. ഡ്രീം ഒന്നുമില്ല. ഇപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹിച്ചു. ഞാനിപ്പോൾ 7 സിനിമ ചെയ്തു, ഈവൻ ബോളിവുഡ് അടക്കം. തിയേറ്റർ ആർട്ടിസ്റ്റായി, ഒരു അവതാരികയായി, എഴുത്തുകാരി, അങ്ങനെ പല രീതിയിൽ ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു. എനിക്കങ്ങനെ വലിയ ആഗ്രഹമില്ല. എനിക്കൊരു സങ്കടവും സങ്കോചമുള്ളത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ തന്നെ ഈ ആക്ടിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിലുള്ള ഒരു ആകുലതയും വിഷമവും ഞാനും കണ്ടു കുറച്ച് പേര് ഓൺലൈൻ. അപ്പൊ അത് എന്നെ സങ്കടപ്പെടുത്തി. കാരണം എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്ത കൊണ്ടായിരിക്കും. സ്വയം നശിച്ചാലും വേണ്ടില്ല മറ്റുള്ളവരും നശിക്കണം എന്നുള്ള ചിന്താഗതിയായിരിക്കും. അതാണ് എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹം. ഈ സമൂഹത്തില് എല്ലാവർക്കും തുല്യമായി നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. മോർ പവർഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ആഗ്രഹം. ഈവൻ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്തിനേയും എനിക്ക് പിടിച്ചെടുക്കാം. അതെൻ്റെ എഡ്യൂക്കേഷൻ ആയാലും എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആയാലും എൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റട്ടെ, എൻ്റെ മെൻ്റൽ ഹെൽത്ത് അതിന് സാധിക്കട്ടെ എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. What about you, Arjun? What would make you happiest? ഒന്ന് ഇത് രീതി പറയുകയാണെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലോകം, കുറച്ചൊരു സമാധാനം. പേഴ്സണലി പറയണ ഐ ഷുഡ് ഡു. ഇപ്പം ഞാൻ ഈ പറഞ്ഞ മനുഷ്യന്മാരുടെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നു, അതിന് വർക്ക് ചെയ്യുന്നു. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് എല്ലാ നാട്ടിൽ പോയി സമാധാനത്തോടെ കൃഷി ചെയ്ത് എന്റെ ആഗ്രഹം. സത്യത്തിൽ ചെറിയ ആഗ്രഹം. ലാൻഡ് പോലും ഇവിടെ ഇല്ല, അവനുണ്ട്. ഡിക്കിയിലേക്ക് തിരിച്ചു പോവാൻ എന്നുവെച്ചാൽ എപ്പോഴും ഇതല്ലേ ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കാൻ ഭയങ്കര ഫൈറ്റിംഗ് ആണല്ലോ എപ്പോഴും, കോൺസ്റ്റന്റ് അല്ലേ. ഇറ്റ് മസ്റ്റ് ബി ഹാർഡ് നോ, എപ്പോഴും ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് ശീതളിനെ ഞാൻ കണ്ട നാൾ മുതൽ ഇത് തന്നെയാ. അർജുനെ അറ്റ്ലീസ്റ്റ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, ഇനി കാണാം മുന്നോട്ട്.
ബട്ട് ഞാൻ വളരെയധികം ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് വളരെയധികം ക്രിട്ടിസൈസ്ഡ് ആയിപ്പെട്ട ഒരാളാണ്. ആ സമയത്ത് ക്വിയർ കമ്മ്യൂണിറ്റിക്കൊന്നും ഇത്ര അറ്റൻഷൻ ഇല്ല, ബിക്കോസ് ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്കായിരുന്നു അറ്റൻഷൻ സോഷ്യൽ മീഡിയ ഒക്കെ വളർന്നു വന്ന സമയത്ത്. അപ്പം എന്നെ പോലെ ഒരാൾക്ക് ഇത്രയും കിട്ടുമെങ്കിൽ ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത അന്ന് ബ്രൈഡിന് വന്നിട്ടുള്ള വാർത്തകളൊക്കെ വന്നപ്പോ രഞ്ജിനിനെ കുറിച്ച് പറയാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ രഞ്ജിനിയെ അതൊന്നും എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. രഞ്ജിനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. ഇന്നും എനിക്ക് ഇതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയില്ല, ബിക്കോസ് നമ്മൾ ഓരോ ഇത് കോൺസ്റ്റന്റ്ലി ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാവരും ആക്ടിവിസം ചെയ്തുകൊണ്ടിരിക്കും. രഞ്ജിനി ഓൾസോ ആക്ടിവിസ്റ്റ്. രഞ്ജിനിയും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ അലയായി നിൽക്കുന്നു. രഞ്ജിനി ഇത് ഒത്തിരി കാര്യങ്ങൾ രഞ്ജിനിയുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. അതൊക്കെ നമ്മളെല്ലാവരും ഒരു തരത്തിൽ ഫൈറ്റേഴ്സ്. നമ്മളിപ്പോ ഈ ഇരിക്കുന്ന സിറ്റുവേഷൻ പോലും ഒരു അവയർനെസ്, അപ്പം നമ്മുടെ ഇരിക്കുന്ന ക്രൂവിന് പോലും ഈ കാര്യങ്ങൾ കേൾക്കുകയാണ്. ക്രൂ കേൾക്കുകയാണെന്ന് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്. ബട്ട് മൈ ബിഗ്ഗസ്റ്റ് വറീസ് ഇതിൽ എത്ര പേർക്ക് ഇതിനി മനസ്സിലാവും അല്ലേ? ഇപ്പൊ നേരത്തെ യു ടോക്ട് അബൌട്ട് വേൾഡ് കോൾഡ് ആൻഡ്രോജിനസ് അല്ലേ? എത്ര പേർക്ക് അറിയാം ആൻഡ്രോജിനസ് എന്താന്ന്? ഇല്ല, മുമ്പ് പറഞ്ഞപ്പോഴാണെങ്കിലും ചില കാര്യം ചേച്ചിയുടെ ഇത് കാര്യം പറഞ്ഞിരുന്നു. ചേച്ചി വിളിക്കണമെന്ന് ചേച്ചിയാ, നല്ല മൂത്ത ചേച്ചിയാ. അതിലാണെങ്കിലും ആ ഒരു ആറ്റിറ്റ്യൂഡും പല കാര്യങ്ങളും ഒരു മസ്കുലിൻ എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റികളെല്ലാം പുരുഷ ആ ഒരു സെറ്റപ്പിലും ആ ഒരു അല്ല, നല്ലത് മാസ്കുലിൻ ആയിട്ടല്ല, എന്റെ നാച്ചുറൽ ക്വാളിറ്റീസ് അതാണ്. നല്ലതോ ചീത്തയോ അല്ല. എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എനിക്ക് എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ അത് ഈ മാസ്കുലിൻ ആയിട്ടുള്ള വോയിസ് ആണ് എന്ന് പറയുന്നത് ആ ശബ്ദം ഡീപ്പായിട്ടിരിക്കും. അതിനെ അങ്ങനെ ആക്കി വെച്ചേക്കുന്നത് കണ്ടീഷനിങ് ആണ്. നമ്മളത് സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് ഏറ്റവും ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെ പറയുമ്പോഴാണ്. സ്ത്രീ ആയിട്ടുള്ള രൂപത്തിൽ വരുന്ന ശബ്ദമല്ല രഞ്ജിനിയുടെ. എന്നിട്ടും രഞ്ജിനി ഇവിടെ ഹൈ വണ്ടർ ആയിട്ട് ഇവിടെ നമ്പർ 1 ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈവൻ ഈ അറ്റൻഷനിലാണെങ്കിൽ ട്രാൻസ് സ്ത്രീകൾക്ക് കിട്ടുന്ന അറ്റൻഷൻ ട്രാൻസ് പുരുഷന്മാർക്ക് കിട്ടില്ല. എല്ലാത്തിനും ഇതുണ്ട്. എല്ലാത്തിനും അതിന്റെ ഒരു കളർ ഗ്രേഡിംഗ് ഉണ്ട്, ഒരു കണ്ടീഷനിങ് ഉണ്ട്. പിന്നെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കണമെങ്കിലും ഒരു ഭാഷയിൽ പറഞ്ഞാൽ മാത്രമേ ഞാൻ മനസ്സിലാക്കി. എപ്പോഴും പുരുഷന്റെ ഒരു ഐഡന്റിറ്റി എപ്പോഴും എക്സ്പ്രസ് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ നറേറ്റീവ് ചെയ്യുമ്പോഴും മാസ്കുലിനിറ്റി ആണ് ഏറ്റവും പവർഫുൾ. ശരിക്കും മാസ്കുലിനിറ്റിയേക്കാളും ഐ തിങ്ക് ഫെമിനിറ്റി. ഇപ്പം ഒരു സ്ത്രീക്ക് പ്രസവിക്കാനുള്ള കഴിവുണ്ട്, അതും വളരെ വേദനയോടുകൂടി പ്രസവിക്കാനുള്ള കഴിവുണ്ട്. ഒരു സ്ത്രീക്ക് മുലയൂട്ടാനുള്ള കഴിവുണ്ട്, ഒരു സ്ത്രീക്ക് മെനിസ്ട്രേഷൻ അനുഭവിക്കാനുള്ള കഴിവുണ്ട്. പുരുഷനെ സെക്ഷലി പുരുഷനേക്കാൾ സ്ത്രീക്കാണ് കുറച്ചുകൂടി ഓർഗാസം കൂടുതൽ. അങ്ങനെ പലതരം കഴിവുകൾ കൊണ്ടും സ്ത്രീ ഇവിടെ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ വൈ ഷുഡ് നമ്മൾ പുരുഷനെ എപ്പോഴും ഇങ്ങനെ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് ദാറ്റ്സ് ബിക്കോസ് അവരെഴുതുന്ന കഥയാണ്. ഈ കഥ എഴുതുന്ന ആൾക്കാർ അവരാണ്. പക്ഷെ ഐ ഫീൽ ദാറ്റ് ആസ് ലൈക് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, രഞ്ജിനിക്ക് മാസ്കുലിൻ ആയിട്ടുള്ള സോ കോൾഡ് മാസ്കുലിൻ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാവാൻ കാരണം രഞ്ജിനിയുടെ ടെസ്റ്റോസ്റ്ററോൺ കൂടുതലാണ്. അതാണ് സത്യം. ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബിക്കോസ് എനിക്കും ചില സമയത്ത് സംശയം തോന്നിയിട്ടുണ്ട്, ഇതെന്താണ് ഞാൻ ഇങ്ങനെ. ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊക്കെ പറയില്ലേ. പക്ഷേ ഇങ്ങനെ ഒരു ലൈഫ് ഉള്ളത് ഒരു മനോഹരമാണ്. എനിക്ക് എന്റെ ലൈഫ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തന്നെയാണ്. എന്റെ ഡോക്ടേഴ്സ് എന്റെ ഒരു ഡോക്ടർ നോക്കിയിട്ടുണ്ട്, നോട്ട് ലൈക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ ഒരു പൊട്ടി ലൈക്ക് വൺ ലിറ്റിൽ ദിസ്, ബട്ട് അതിൽ വരുന്ന ചെറിയ മാറ്റങ്ങളാണ് നിങ്ങൾ ഈ വലിയ മാറ്റങ്ങളായി ആൾക്കാർക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങളുടെ ഓരോ ഇൻഡിവിജ്വലിന്റെയും നമുക്ക് ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരാളും സെയിം അല്ലല്ലോ, മനുഷ്യൻ ഒരാളും സെയിം അല്ലല്ലോ. ആ ഡിഫറൻസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് മനസ്സിലാക്കാൻ പറ്റിയാൽ തന്നെ ഇതിൽ കുറെ പ്രശ്നങ്ങൾ. നമ്മളെല്ലാം പുരുഷന്മാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല. നമുക്ക് എത്രയോ നല്ല സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്നവരുണ്ട്. ട്രാൻസ് പുരുഷന്മാര് അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഫുൾ ബേസിസ് റീകൺസ്ട്രക്ട് ചെയ്ത് നോക്കാൻ പോവാണെങ്കിൽ ഇതിന്റെ എല്ലാം ഉടയുന്നത് നമ്മൾ ആ ബയോളജിക്ക് ജനിക്കുന്ന സമയത്തുള്ള ഡെഫിനിഷനാണ്. ബിക്കോസ് ആ ഡെഫിനിഷൻ മനുഷ്യന്റെ മേലിൽ ഏൽപ്പിക്കുമ്പോൾ തന്നെ സൊസൈറ്റി അതിനെ കണ്ടീഷൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാം ആ രീതിയിലാണ്. ഫ്രം ദ ഫസ്റ്റ് മൊമെന്റ് അസൈൻമെന്റ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ലോകത്ത് നടക്കുന്ന എല്ലാം, പിന്നെ അതിന്റെ എഗൻസ്റ്റ് നമ്മളൊന്ന് ഫൈറ്റ് ചെയ്യാൻ നോക്കിയാൽ പ്രോബ്ലംസ്, ആ പ്രോബ്ലംസ് ഒരിക്കലും അവസാനിക്കില്ല. സോ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ വേൾഡ് ഹാസ് got so busy and so forward. ഇതെങ്ങനെ ഇനി തിരുത്തി എഴുതാൻ പറ്റും, എന്തിനാണ് എഴുതുന്നത് എന്നാണ് ചോദ്യം. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ. എന്ന് പറയുമ്പോഴും ഈ പറയുന്ന കണക്കുകൾ മാത്രം GDP റേറ്റിൽ ഇത്ര മാത്രമുള്ള, ഇന്ത്യ എപ്പോഴും മുന്നിട്ട് പറയുന്നതാണ് 2047 ആകുമ്പോഴത്തേക്ക് ഇത്ര ട്രില്യൺ ആകണം, വികസിത രാജ്യമാകണം എന്നാണ്
ബട്ട് വികസനം ഏത് രീതിയിലാണ് സിറ്റിസൺസിനാണ് വരേണ്ടത് അതാണ് ഞാൻ ആ ഇമ്പ്രൂവ്മെന്റ്. ശോഭന വിഷയത്തില് എന്നെ കുറെ പേര് ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ ശരിക്കും എനിക്ക് അവരോടുള്ള വ്യക്തി വിരോധമല്ല. കാരണം എനിക്ക് അവരായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചൈൽഡ്ഹുഡ് മുഴുവൻ അവരുമായിട്ടാണ്. പ്രോബ്ലം സോറി ഞാൻ അപ്പം അവരെ പോലെ ആവരുത് എന്നുള്ള ഒരു ന്യൂസ് ഒക്കെ വന്നിരുന്നു. ശരിക്കും അവര് ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിച്ചത് ഇങ്ങനെയാണ്, സ്ത്രീകൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഈ നാഷണൽ ഗവൺമെന്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പക്ഷെ അവരാ സംസാരിക്കുമ്പോൾ അറ്റ് ദ മൊമെന്റ് നമ്മുടെ ഹ്യൂമൻ ഇൻഡെക്സിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റുന്ന രാജ്യത്തിൽ ഇന്ത്യ ഒന്നാമതാണ് നിൽക്കുന്നത്. ഞാൻ ആ വിയോജിപ്പാണ് അവിടെ പ്രകടിപ്പിച്ചത്. നേരെ എഗെയിൻസ്റ്റ് ആയിട്ട് വന്നു. അഗൈൻസ്റ്റ് ഒക്കെ വന്നോണ്ടിരിക്കും. ബട്ട് I just hope that I really wanted to know a little bit more. So എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് ഈ ഒരു ട്രാൻസ്ജെൻഡർ ബിൽ എന്ന് പറഞ്ഞ ഈ സംഭവം തീർച്ചയായിട്ടും അത് ഒരു റൂളായിട്ട് വന്നാൽ അത് ഡിലീറ്റ് ചെയ്യുന്നത് നിരവധി മനുഷ്യരുടെ എക്സിസ്റ്റൻസ് ആണ്. നിങ്ങളുടെ ഐഡന്റിറ്റി മാത്രമല്ല അല്ലെ, എല്ലാം തന്നെ നിങ്ങളെ മായ്ച്ചു കളയുന്ന പോലെയാണ്. നിയമപരമായിട്ട് വന്നു, ബട്ട് ഈ പറയുന്ന റൂൾസ് വന്നാൽ എങ്ങനെയാണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി. അപ്പോൾ യു ഗൈസ് ഓൾ നീഡ് ടു തിങ്ക്. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തെ, നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിയെ മറ്റൊരാൾ ചോദ്യം ചെയ്യുമ്പോൾ അതിന് ഉത്തരം നിങ്ങൾ നൽകേണ്ട ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇസ് ദാറ്റ് ഫെയർ? ആൻഡ് ഹൂ ഈസ് ടു ഡിസൈഡ് യുവർ ഐഡന്റിറ്റി? നമ്മളാണോ അതോ മെഡിക്കൽ ബോർഡാണോ? അത് വലിയ ചോദ്യമാണ്. ആൻഡ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു സ്ത്രീയും പുരുഷനും ആയി ജീവിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ ആ പ്രശ്നങ്ങൾ എന്തായാലും തൽക്കാലം അനുഭവപ്പെടേണ്ട. പക്ഷേ അത് അനുഭവിക്കുന്ന ഒരു വലിയ ലാർജ് കമ്മ്യൂണിറ്റി ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് നമ്മുടെ ഈ രാജ്യത്ത്. ആൻഡ് അവരുടെ ഒരു എക്സിസ്റ്റൻസിന് ചോദ്യം ചെയ്യുന്ന ഈ നിയമം എത്രത്തോളം നിലനിൽക്കണം എന്നത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് ഐ റിയലി ഹോപ്പ് ദാറ്റ് ഇതിൻ്റെ ചർച്ചകളും നിങ്ങളുടെ പ്രൊട്ടസ്റ്റും ഒക്കെ ഒരു മാറ്റത്തിൻ്റെ, ഇനിയും വീണ്ടും ഈ ഒരു ഫൈറ്റ് ഒരു മാറ്റത്തിന് ഒരു റീസൺ ആവട്ടെ. ബട്ട് ഐ റിയലി ഹോപ്പ് ദാറ്റ് അതിനെക്കാട്ടും ഉപരി ഐ ഹോപ്പ് ദാറ്റ് യു ഫൈൻഡ് യുവർ പീസ്. സന്തോഷം, സമാധാനം. ലോകത്തിന് സമാധാനം ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് നമ്മളുടെ കുറച്ച് ഞാൻ കരുതുന്ന എല്ലാ വ്യക്തികളും ആക്ടിവിസ്റ്റുകളായിട്ട് തന്നെയാണ്. കാരണം ജീവിച്ചിരിക്കാൻ തന്നെ ഒരു ഫൈറ്റ് ആണ്. സർവൈവൽ, അത് ജനിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഇറ്റ്സ് ഓൾ എ ഗെയിം ഓഫ് സർവൈവൽ. ബട്ട് ജീവിച്ചു കാണിക്കാം അല്ലേ? നമുക്ക് ഒത്തിരി പേരുണ്ടല്ലോ, പിന്നെ നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ തന്നെ ഒന്ന് സെറ്റായാൽ മതി. നമ്മളുടെ ഇവിടെയും ഒന്ന് സെറ്റായാൽ മതി. ഡോണ്ട് ഗിവ് അപ്പ്, യു ഹാവ് ടു കണ്ടിന്യൂ ദ ഫൈറ്റ്. അങ്ങനെ കുറച്ച് ഫൈറ്റ് ചെയ്യാൻ നമ്മളെപ്പോലുള്ള ആൾക്കാർ മുന്നിൽ നിന്നാൽ മാത്രമേ എല്ലാവർക്കും പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളതിന് എല്ലാവരുടെയും മുന്നിലല്ല, നമ്മുടെ ചുറ്റുമുള്ള ഒരു സൊസൈറ്റിയിൽ മുന്നിൽ. ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് മാറ്റങ്ങൾ വരട്ടെ. ഇതെന്തായാലും ഐ എം പ്രേയിങ് ദാറ്റ് ചേഞ്ചസ് ഹാപ്പൻ. ലൈക്ക് ഇങ്ങനത്തെ എന്തോരം പ്രശ്നങ്ങളാണല്ലേ ലോകത്തുള്ളത്, എന്തോരം. ഞാൻ ഏറ്റവും വലിയ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ. അവിടത്തെ പ്രശ്നമൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ഒരു പ്രയോറിറ്റി ഇല്ലാത്ത സംഭവമാണ്, മനസ്സിലായില്ലേ? ബിക്കോസ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രശ്നം, സ്ത്രീകളുടെ പ്രശ്നം, മറ്റേ പ്രശ്നം, ഈ പ്രശ്നം, world full of prashnams. Adanadeyil to find peace is the most difficult thing. So I hope you're able to find it. Thank you so much for being here. Love you. Chinny Talk.